സോളോ യാത്രകൾ ഇഷ്ടമുള്ള ആളുകളാണ് നമ്മളിൽ പല ആളുകളും. ചിലരും അത്തരം യാത്രകളൊക്കെ പോയിട്ടുണ്ടാകും. എന്നാൽ 1969 യാത്രയോടുള്ള ഇഷ്ടം മൂലം പത്തേമാരി കയറി അതിസാഹസികമായി ഗൾഫിലേക്ക് എത്തിയ ഒരാളുണ്ട്. പിന്നീട് പ്രവാസിയായി മാറിയ അദ്ദേഹം ഹൗസ് ബോയ് മുതൽ അബുദാബി രാജകുടുംബത്തിൻ്റെ മാനേജർ വരെയുള്ള തസ്തികയിൽ ജോലി ചെയ്തിട്ടുണ്ട്. നീണ്ട 30 വർഷക്കാലം ജോലിയെടുത്ത പ്രവാസിയായി ജീവിച്ച അദ്ദേഹം ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ്. അദ്ദേഹത്തെ നമ്മളൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. തൃശ്ശൂരുകാരനായ ഷെരീഫ് ഇബ്രാഹിം, അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഷെരീഫ് സാഹിബ് ആദ്യമായിട്ട് ഇവിടുന്ന് പോകുന്നൊരു 1969 കാലത്താണ്. അതെ, അന്ന് 18 വയസ്സായിരുന്നു. അതെ, 18 വയസ്സായി. ഇന്നത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് കേരളം വിടുക എന്നുള്ളതൊരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വിദേശത്തൊക്കെ അവിടെ പോയി പഠിക്കുക, അവിടെ സെറ്റിൽ ആവുക എന്നൊക്കെ ട്രെൻഡ് ആയിക്കൊണ്ടൊരു കാലമാണ്. ആ ഒരു കാലം എങ്ങനെയായിരുന്നു? എന്തായിരുന്നു അന്ന് ഇവിടുന്ന് പോകാണ്ടായ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്? എന്തായിരുന്നു അന്നത്തെ കാലത്ത് കേരളത്തിൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ 95% ആൾക്കാരും പട്ടിണിയും പരിവട്ടവും ഉള്ള കാലം. ഞാൻ എഴുതുന്ന ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അച്ഛന്മാർ, വാപ്പന്മാരൊക്കെ കറുത്ത മുഖവും വെളുത്ത ചോറെന്ന് പറയുന്നൊരു സംസ്കാരമായിരുന്നു. അങ്ങനെ ആണ് 99% ആൾക്കാർ നിൽക്കുന്നത്. ഞങ്ങളുടെ ദൈവത്തിനോട് സ്തുതി പറയാം, ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു 80 മുതലാണ് ആൾക്കാർക്ക് പോകുന്നതിൻ്റെ ഉദ്ദേശം അവിടെ പോകണം, കുറച്ച് സമ്പാദിക്കണം, ഒരു വീട് വേണം, അല്ലെങ്കിൽ മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചറെ പറ്റി ചിന്തിച്ചതൊക്കെ 80 ശേഷമാണ്. ആ കാലത്ത് ഞങ്ങൾ പോകുന്ന സമയത്ത് അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല. അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം പോലും ഞങ്ങൾക്കില്ല. പക്ഷേ പൊതുവെ അന്നുണ്ടായത് ചെറുപ്പക്കാരെ തള്ളിക്കയറ്റത്തിന് പ്രധാന കാരണം അവൻ്റെ വയറ്, അവൻ്റെ വീട്ടിലത്തെ ആൾക്കാരുടെ വയറ് നിറയ്ക്കാൻ പറ്റുമല്ലോ എന്നുള്ള ഒറ്റ വിചാരം മാത്രമേ അന്നമായിരുന്നു ഇവിടുന്ന് കടൽ കിടക്കാണ്ടായ കാരണം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അല്ല. അപ്പം അന്നും ഇന്നും 74-ാമത്തെ വയസ്സിലും യാത്ര എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗൾഫിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കോയമ്പത്തൂർ പോകുന്നു, അതല്ലെങ്കിൽ തൃശ്ശൂരേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ വാഹനത്തിൽ യാത്ര ചെയ്യാലോ, അല്ലെങ്കിൽ ഈ ഒറ്റ ചിന്ത കൊണ്ട് അതിനുണ്ടാവുന്ന വരും വരായികൾ അല്ലെങ്കിൽ അതിന് ശേഷമുണ്ടാകുന്ന ഭാവി എന്ത് എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് മാനസികമായിട്ട് ഒരു തളർച്ച വന്നില്ല. ശരി. അപ്പോൾ ഇതൊരു അഡ്വഞ്ചർ യാത്ര എന്നുള്ളതാണ് അന്ന് ഷെരീഫ് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ ഗൾഫിലേക്ക് കിടക്കാനുണ്ടായ ഒരു കാരണം. തീർച്ചയായിട്ടും. കാരണം ഒരു രാജ്യങ്ങൾ കാണുക, ഒരു ഗ്രാമങ്ങൾ കാണുക, ഒരു അല്ലാത്ത സ്ഥലങ്ങൾ കാണുക, അതിനെപ്പറ്റി പഠിക്കുക, അത് ഇന്നും എനിക്ക് ഏത് നാട്ടിൽ പോയാലും ആ രാജ്യത്തിൻ്റെ ഹിസ്റ്ററി പഠിക്കുക, അതിൻ്റെ ജിയോഗ്രഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ചോദ്യത്തിനിടയിലുള്ളൊരു മറ്റൊരു വശം, ഞാൻ ഇന്നും അന്നും ചിന്തിക്കുന്നൊരു വാക്കുണ്ട്. യാതൊരു മീഡിയാസും ഇല്ലാതിരുന്ന കാലത്ത്, അതായത് പത്രത്തിലൂടെ ആവട്ടെ മറ്റൊരു ഇതിൽ കൂടെ ആവട്ടെ അറിയപ്പെടാതിരുന്നൊരു കാലത്ത്, ഞങ്ങളുടെ ഉപ്പയോ അതുപോലെ അച്ഛന്മാരോ ഒക്കെ എങ്ങനെ ഈ പേർഷ്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഗൾഫിനെ പറ്റി കേട്ടു, ഇതിനെ പറ്റിയിട്ടായിരുന്നു എനിക്ക് ഒരുപാട് കാലത്ത് ഞാൻ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്. കാരണം പത്രത്തിലൂടെ അറിയാനുള്ള മാർഗ്ഗമില്ല. ഒരു മറ്റൊരു മീഡിയയിൽ, ഒരു സിനിമയാവട്ടെ മറ്റൊരു മേഖലയിൽ, ഒരു റേഡിയോയിൽ കൂടെ ആവട്ടെ ഇങ്ങനെ പേർഷ്യ എന്ന് കേട്ടിട്ട് പോയില്ല. പേർഷ്യ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഞങ്ങളുടെ ഗ്രാമത്തിൽ പോലും ആകെ 4 പേര്, ഒരേ വീട്ടിലെ 4 പേര് മാത്രമാണ് അന്ന് കുവൈത്തിലുണ്ടായത്. അപ്പോൾ പേർഷ്യക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 പേര് കുവൈത്തിലുള്ള ആൾക്കാരായിരുന്നു. അത് നല്ലൊരു സ്പാൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പോയിട്ട് ഒരു 5-6 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഒഴുക്ക് തുടങ്ങിയിട്ടുള്ളൂ. അതുവരെ ഈ 5-6 അല്ലെങ്കിൽ 10 വർഷത്തേക്ക് വേറെ ആരും പോയിട്ടില്ല. അപ്പോൾ പേർഷ്യ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ കുവൈത്ത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. അതെവിടെയാണ് ഈ കുവൈത്ത്, അല്ലെങ്കിൽ എവിടെയാണ് അന്നത്തെ ട്രൂഷ്യൽ സ്റ്റേറ്റ്സ്, അല്ലെങ്കിൽ എവിടെ, ഇതൊന്നും അറിയില്ല. അപ്പം അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. പിന്നീട് ഞാൻ അതിനെ പറ്റിയിട്ട് അന്വേഷിച്ചപ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഈ ഗൾഫിലെ ഇന്നത്തെ ഗൾഫ്, അന്നത്തെ പേർഷ്യയിലേക്കുള്ള നാവിക സഞ്ചാരം അധികവും വന്നിരുന്നത്
ബേപ്പൂര് കോഴിക്കോട് കോഴിക്കോട്, നിന്നും ബേപ്പൂര്. അതുപോലെ ബോംബെ നിന്നാണ്. ഓക്കെ. അതിൽ ബോംബെയിൽ നിന്ന് പോയിട്ടുള്ള അധികവും പരസ്പരം സാധനങ്ങൾ കടത്തുക എന്നുള്ളതായിരുന്നു, മനുഷ്യക്കടത്തല്ലായിരുന്നു. ബേപ്പൂരിൽ നിന്ന് പോയിരിക്കുന്നത് മരപുരുപ്പടികളും അതേപോലെ അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു. ബേപ്പൂരിൽ നിന്ന് പോയിട്ടുള്ളതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കോഴിക്കോട് വന്നിട്ട് വിവാഹം കഴിച്ചിട്ടുള്ള അറബികൾ. പക്ഷെ ആ അറബികളിൽ ഭൂരിപക്ഷവും യമനികളായിരുന്നു, ഇവിടുത്തെ ആൾക്കാരല്ല. അപ്പോഴും യുഎഇക്കാരില്ല, ഇല്ല, ദുബായിക്കാരില്ല. ആ സമയത്ത് മൗത്ത് ടു മൗത്തായിട്ട് ഇത് പലരോടും പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെ ഇത് ബോട്ട് പോകുന്നു അല്ലെങ്കിൽ ഉരു പോകുന്നു, നിങ്ങളുടെ വല്ല ആൾക്കാരുടെയും കൊണ്ടുപോയിക്കൊള്ളാം. അപ്പോൾ ഈ കൊണ്ടുപോകുന്നവർ ഫോർ എക്സാമ്പിൾ 100 രൂപയാണ് ചോദിക്കുന്നതെന്ന് വിചാരിച്ചോളൂ. അതിൻ്റെ ഏജൻറ്റ് അത് 150 മറ്റൊരു വാങ്ങുന്നു, അവൻ വേറെ ആളുണ്ടാക്കുന്നു 200 വാങ്ങുന്നു. അങ്ങനെ 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 ആൾക്കാർ ഒഴുക്ക് കാണുന്തോറും ഈ ഇതിന് ആൾക്കാർ കൂടുമ്പോഴാണല്ലോ വില കൂടുന്നത്. അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളതാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. ഷെരീഫ് സാഹിബ് ബേപ്പൂരിൽ നിന്നാണ് പോകുന്നത്? അല്ല, ഞാൻ കോഴിക്കോട്, ഞാൻ പോയത് ബോംബെയിൽ നിന്നാണ് പോകുന്നത്. അന്ന് ഏകദേശം എത്ര കാശ് കൊടുത്തിട്ടുണ്ടാവും? 450 ഏകദേശം എല്ലാ കറക്റ്റ് എമൗണ്ട്. ഞാൻ ഇവിടുത്തെ ഡ്രാഫ്റ്റ് കൊണ്ടുപോയിട്ടുള്ളത്. ഡ്രാഫ്റ്റായിട്ടാണ് കൊണ്ടുപോകുന്നത്? ഡ്രാഫ്റ്റാണ് കൊണ്ടുപോയത്. കാരണം അന്ന് ഞാൻ ഈ ഇന്നത്തെക്കാളും ശാരീരികമായിട്ട് ക്ഷീണമുള്ള കാലമായിരുന്നു, ഫിസിക്കലി അല്ല, ഐ മീൻ തീരെ വയ്യാത്തൊരു കാലം. ആ സമയത്ത് എൻ്റെ ഉപ്പയാണ് ഈ ഡ്രാഫ്റ്റ് എടുത്തത്. അപ്പോൾ ഇവർ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ഉപ്പയും ആ വ്യക്തിയുമാണ്. ഹമീദ് എന്നാണ് ആ ഏജൻറ്റിൻ്റെ പേര്. അദ്ദേഹത്തിന് ബോംബെയിൽ ശുക്ലാജി സ്ട്രീറ്റ് അവിടെ ഒരു ചെറിയ പെട്ടിക്കടയാണ്, അവിടെ ചെന്നിട്ട് പോയിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു ഏജൻറ്റ്. ഏജൻറ്റിൻ്റെ ബാക്കിലെ ഏജൻ്റ് ആണോ നമുക്കറിയില്ല, ഏജൻറ്റ്. ഇത് ഉപ്പാടെ നെക്സ്റ്റ് അദ്ദേഹമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ തന്നത് 450 രൂപയുടെ ഡ്രാഫ്റ്റാണ്. അന്ന് 450 രൂപക്ക് എന്ത് കിട്ടും നാട്ടിലാണ്? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, കാരണം സ്വർണത്തിൻ്റെ വിലയ്ക്ക് എനിക്ക് ഒരു പവൻ സ്വർണ്ണമൊക്കെ അരപ്പവനോ ഒരു പവനൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. ഒരു പവൻ എന്തായാലും കിട്ടണം. ഓക്കെ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ നിന്ന് പലരും പല കാര്യങ്ങൾക്കായിട്ടാണ് അവിടെ പല സ്വപ്നങ്ങളായിട്ടാണ് പോകുന്നത്. അതിൽ യാത്ര തന്നെ സ്വപ്നമാക്കി പോയ ഒരാളാണ്. അതെ. ആ യാത്ര ഉരുവിലുള്ള അല്ലെങ്കിൽ പത്തേമാരിയിലുള്ള ആ യാത്ര, എന്താണ് ആ യാത്രയെക്കുറിച്ച് പറയാം? പത്തേമാരി യാത്ര പറയുന്നതിൻ്റെ കുറച്ച് മുന്നേട്ട് ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് പറയാം, അത് വിശദീകരിച്ച് പറയല്ല. അതായത് ഈ പൂവോളം അല്ലെങ്കിൽ ഇങ്ങനെ വേണമെന്നുള്ള ഒരു ഡിസ്കഷൻ വീട്ടിലുണ്ടായിട്ടില്ല. ഇല്ല. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ഉമ്മാക്ക് എൻ്റെ മകൻ എന്നെ പോകുകയാണല്ലോ എന്നുള്ളൊരു വിഷമമില്ല. അതില്ല. എവിടെയാണ് ഈ സ്ഥലം എന്നുള്ളത് അറിയില്ലല്ലോ. തൃശ്ശൂർ പോകുകയാണോ അല്ലെങ്കിൽ അതൊന്നും, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അറിയില്ലല്ലോ. ഒരു കാര്യം. അതെ. എനിക്കാണെങ്കിൽ എന്തോ ഒരു സന്തോഷമാണ് വരുന്നത് യാത്രയുടെ. ആ സമയത്ത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ഉപ്പയാണ്. അപ്പോൾ ഉപ്പ പറയുന്നു മറ്റന്നാൾ പോകുന്നു. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഓരോ ദിവസം പോകുന്നത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. അങ്ങനെ ഉപ്പ കാലത്ത് കാട്ടൂരിന്ന് ബസ് കയറിയും ഒക്കെ ആയിട്ട് മട്ടാഞ്ചേരിയിലേക്ക് എത്തുന്നു. അവിടെ നിന്നാണ് ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തത്. മട്ടാഞ്ചേരി വാർഫ്, പഴയ റെയിൽവേ ലൈൻ, പണ്ടുണ്ടായിരുന്ന എയർപോർട്ടിൻ്റെ, അതായത് വെല്ലിംഗ്ടൺ ഐലൻഡ്, അവിടെയാണ് സ്റ്റാർട്ട്. അന്നുള്ള ട്രെയിനിൽ മോസ്റ്റ് ട്രെയിനും ഗുഡ്സ് ട്രെയിനുകളാണ്. അത് ഞങ്ങൾക്ക് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഇരിഞ്ഞാലക്കുട എന്നാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പേര്. അത് കല്ലേറ്റുകരയിലാണ്. അപ്പോൾ ഉപ്പ കാലത്ത് പോയിട്ട്, അപ്പോൾ അന്ന് ഉച്ചരിച്ചിട്ടാണ് ഞങ്ങൾ പോകേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ യാതൊരു ദുഃഖവും ഇല്ല, സന്തോഷമാണ്. അത് ഈ സന്തോഷം വീട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സന്തോഷമല്ല, അങ്ങനെ ഒരു അവസ്ഥയല്ല. അങ്ങനെ ഉപ്പ വന്നിട്ട് ആ തീവണ്ടിയിൽ വരുന്നു. തീവണ്ടി വരുമ്പോൾ, തീവണ്ടി തന്നെയാണ് പറയണം, കരിവണ്ടി. ഉപ്പ ഇറങ്ങുന്നു, ഞാനതിൽ കയറുന്നു. അല്ലാതെ റിസർവേഷൻ ഇല്ല. അങ്ങനെ 40 മണിക്കൂറിന് ശേഷമാണ് ദാദറിലേക്ക് എത്തുക. അത് ആർക്കോടം വഴിക്കാണ് പോവുക. അവിടെ ഇറങ്ങിയിട്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഹമീദ്ക്കാടെ അഡ്രസ്സ് ഉണ്ട്. ഓരോരുത്തരോടും ചോദിക്കുന്നു എവിടെയാണ് ഹമീദ്ക്കാടെ വീട്. അങ്ങനെ ചോദിച്ച് ഹമീദ്ക്കാടെ അടുത്തെത്തുന്നു. അവിടെയാണ് ഞാൻ പിന്നെ ഒരു 21ഓളം ദിവസം ബോംബെയിൽ താമസിക്കുന്നു. ശരിക്കും ഇവിടുന്ന് പുറപ്പെടുമ്പോൾ ഉപ്പാക്ക് മാത്രമേ അത് പേർഷ്യക്കാണ് പോകുന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അറിയുള്ളൂ, ഉമ്മാക്ക് അറിയില്ല. അറിയില്ല. അങ്ങനെ
അദ്ദേഹം അവിടെ താമസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരുപാട് ഏജ് ബാറുള്ളത് കൊണ്ടും കാർന്നവരൊക്കെയാണല്ലോ ഈ ഹമീദിക്കൊക്കെ. അപ്പോൾ ശരിയായ ഒരു സംഭവം ചോദിക്കാനോ തമാശകൾ പറയാനോ അല്ലെങ്കിൽ ഒന്നും അറിയുന്നില്ല. പക്ഷേ ആ 21 ദിവസത്തിനിടയിലും ഒരു പോകുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഈ ദിവസങ്ങളിലൊക്കെ ഒരു വേറെ പോകുന്നുണ്ട്. ഡെയിലി പോകുന്നുണ്ട്. പക്ഷേ ഞങ്ങളെക്കാൾ കൂടുതൽ കാശ് കൊടുക്കുന്നവരെയോ അല്ലെങ്കിൽ എമർജൻസി ഉള്ളവരെയോ കയറ്റി ഉണ്ടാവണം. ഡെയിലി പോകുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസം പറയും. അപ്പോൾ ഞങ്ങൾ ചീരാക്കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് ഭക്ഷണത്തിനൊക്കെ ഭയങ്കര പൈസ ഇല്ലാത്ത വിഷമിക്കുന്നത്. ഭക്ഷണമൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് തന്നെ എടുത്ത് കഴിക്കണം. താമസിക്കുന്ന എനിക്ക് ഇന്നും ഓർമ്മയാണ്, ഒരു ചെറിയ ഒരു ഷോപ്പ് പുതുക്കി പണിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുകൾ ഭാഗം പൊളിച്ചിട്ടിരിക്കുന്നത്. അവിടെ ഒരു പ്ലൈവുഡ് കിടന്നിട്ട് അതിൻ്റെ മുകളിലാണ് കിടന്നുറങ്ങുന്നത്. അങ്ങനെ ഒരു ദിവസം കൺഫേംഡ് പറഞ്ഞു. അപ്പം ഞങ്ങൾ നേരം പോകാനായിട്ട് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുന്നതിന് പകരം അവർ പറഞ്ഞു ഇന്ന് ഒരിക്കലും പോകരുത്, ഇന്ന് ഒരു പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഫിയറ്റ് കാറുകളാണല്ലോ, ടാക്സി. അങ്ങനെ ഞങ്ങളുടെ കൂടെ ഏതോ ഒരാൾ വേറെയുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി അത് ഏജൻറ്റ്, ഈ അമേരിക്കല്ലാത്ത. അപ്പോൾ അവരുടെ കയ്യിൽ ഞങ്ങളെ ഹാൻഡ് ഓവർ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഓടി വണ്ടി. അപ്പോൾ രാത്രി ഒരു 8 മണി ഒക്കെ ആയിട്ടുണ്ടാവും. ഒരു ഭാർഗവി നിലയം പോലെയുള്ള ഒരു കെട്ടിടത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടം. അതും ബോംബെ ടൗണിൽ നിന്നും കുറച്ച് ദൂരം മാറിയിട്ടാണ്. അതിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ഇൻ്റർവ്യൂവിന് വരുന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. അധികവും ഈ ചെറുപ്പക്കാരാണ്. അതിലൊരു വലിയ കസേരയിൽ ഒരാളിരിക്കുന്നുണ്ട്. ആളെ കണ്ടാൽ തന്നെ നമുക്ക് പേടി വരും. ശരിക്കും ഒരു വില്ലൻ പോലെ. അയാൾ ഹിന്ദിയാണോ മറാഠിയാണോ സംസാരിക്കുന്നത്, എന്തായാലും മലയാളിയല്ല, സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചു. ഓരോരുത്തരോടും ചോദിച്ചു. എനിക്കൊരു നമ്പർ തന്നു, 83. ഞാനത് ഇന്നും മറക്കില്ല. കാരണം എൻ്റെ കോളേജിലത്തെ നമ്പറും 83 ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞു. നമ്മളൊക്കെ ഇങ്ങനെ ഇവർ പറയുന്ന പോലെ തന്നെ ഒരു യാന്ത്രിക മനുഷ്യന്മാരെ പോലെ നടക്കുകയാണ്. ഇവർ പറയുന്നത് മുഴുവൻ ഒബീഡിയൻറ്റ് സെർവൻ്റായിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത്ര ആൾക്കാർ ഇന്ന സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുക, ഇന്ന ആൾക്കാരെ ഇന്ന സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുക എന്നൊക്കെ അവർ ഇരുന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ പോയ സ്റ്റേഷൻ മഹാലക്ഷ്മി എന്നുള്ള സ്റ്റേഷനായിരുന്നു. അവിടെ ചെന്നപ്പോൾ എൻ്റെ നാട്ടുകാരനും എൻ്റെ കൂടെ കടിച്ചു വളർന്ന് നടന്ന മുഹമ്മദ് അലി ഉണ്ട് അവിടെ. അതിന് കാരണം അവനും ഞാനും ഭയങ്കര കൂട്ടുകാരാണ്. അവൻ്റെ ബാപ്പയും എൻ്റെ ബാപ്പയും കൂട്ടുകാരാണ്. പക്ഷേ ഈ പോകുന്നതിൻ്റെ പേര് തന്നെ കള്ളക്കടത്തത്തിന് പോകാമെന്ന് പറയാം. അതുകൊണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ല. അത് പിന്നെ കുശുമ്പ് കൊണ്ടല്ല. ഒത്തിരി ഫ്ലാഷ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിച്ചാലോ. പിടിച്ചിരും. അതെ, പ്രത്യേകിച്ച് പാസ്പോർട്ട് ഒന്നുമില്ല. അങ്ങനെ എന്നിട്ട് അവിടുന്ന് ഈ ട്രെയിനിൽ കയറുന്നു. ട്രെയിൻ പോയി ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു 2-3 മണിക്കൂറോളം പോയിട്ടുണ്ടാവണം. ആ സ്റ്റേഷൻ്റെ പേരാണ് വിറാർ. അവിടെ ചെന്നിറങ്ങുമ്പോൾ അപ്പം അത് ഈ പറഞ്ഞ ബോംബെ ആയിട്ടൊക്കെ വളരെ ദൂരം കഴിഞ്ഞിട്ടാണ് സ്ഥലത്ത്. അവിടെ ഞങ്ങൾ ഇറങ്ങിയ നേരത്ത് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയൊരു സംഭവം. ഒരു സ്റ്റാഫ് ആരും അവിടെ റെയിൽവേ സ്റ്റേഷനിലില്ല. ആരുമില്ല. ഞങ്ങൾ ഇറങ്ങിയ ഒരു 150 അല്ലെങ്കിൽ 200 എത്ര ആൾക്കാരുണ്ടോ അവർ മാത്രം ക്രൗഡായിട്ട് പോന്നു. ഇറങ്ങാനില്ല, കയറാനില്ല, അവിടെ സ്റ്റാഫുകളുമില്ല. അങ്ങനെ നടക്കുന്നു. അപ്പോൾ ഒരാൾ ഫ്രണ്ടിൽ നടക്കുന്നത് നമുക്കൊരു ഗൈഡായിട്ട്, എല്ലാവരും ബാക്കിലൂടെ നടക്കുന്നത്. അപ്പോൾ രാത്രി ഒരു 11 മണി ഒക്കെ ആയിട്ടുണ്ടാവണം. നിലാവുള്ള ദിവസമാണ്. അപ്പോൾ അല്ലാതെ അവിടെ ലൈറ്റുകളൊന്നും വേറെ സൗകര്യമില്ല. അപ്പം നടക്കുമ്പോൾ എൻ്റെ കാലിലൊരു സാധാരണ വീവാർ ചെരുപ്പാണ്. അപ്പോൾ അത് ഇട്ട് നടന്നപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി ഇതൊരു ചതുപ്പ് നിലം പോലെയുള്ള സ്ഥലം. അപ്പോൾ കുറച്ചുകൂടെ അങ്ങ് പോയപ്പോൾ കടലിൻ്റെ ഇരുമ്പൽ കേട്ടു. അപ്പം 10 മൈലിലാണ് പോവുക, കടൽ വഴിക്കാണ് പോവുക എന്നുള്ളതൊക്കെ നമുക്കറിയാം. അങ്ങനെ എല്ലാവരെയും ഒരു ചെറിയ വള്ളത്തിൽ കയറ്റി.
അപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളോട് പോലും ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല, ഇതിലാണോ ദുബായിലെത്താൻ പോകണമെന്നും. കാരണം ദുബായ് എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ലോ. അങ്ങനെ അറിയുമായിരുന്നെങ്കിലല്ലേ ചോദിക്കട്ടോ. അതായത് 6 ദിവസത്തെ യാത്രയുണ്ട്, അല്ലെങ്കിൽ ഇത്രയും നോട്ടിക്കൽ മൈൽസ് ദൂരമാണ് എന്നൊക്കെ അറിയുന്നുണ്ടെങ്കിലാണല്ലോ ഈ ഒരു ചെറിയ സാധനത്തിലാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞങ്ങളതിൽ കയറിയിരിക്കുന്നു. അത് മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യാത്രയാണല്ലോ അതിൽ വിഷയമുള്ളൂ. അങ്ങനെ ഇത് സാധാരണ മീൻ പിടിക്കുന്ന ബോരികൾ എന്ന് പറയാം അവിടെ, ഈ മീൻ പിടിക്കുന്ന ആൾക്കാർ അവരുടെയാണ്. അതിന് എഞ്ചിനൊക്കെ ഉണ്ട്, ഔട്ട് ബോർഡ് എഞ്ചിനാണ് കേട്ടോ, എഞ്ചിനുണ്ട്. അത് പോകുന്നു. അപ്പോഴും ഞങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ല. വ്യത്യസ്തമായ വികാരങ്ങളാണ് എല്ലാവർക്കും. അങ്ങനെ പോയി ഏകദേശം ഒരു മണിക്കൂറിൽ കൂടുതൽ പോയിട്ടാവും. അത് ചെന്നപ്പോഴാണ് ഏകദേശം ഒരു കടലിൻ്റെ ഉള്ളിലായിട്ട് വലിയ ഒരു ഉരു നിൽക്കുന്നത് കണ്ടത്, കടലിൻ്റെ ഉൾഭാഗത്ത്. അവിടേക്കാണ് ഇത് പോണത്. അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഇത്തരത്തിൽ കൊണ്ടുപോകേണ്ട കാരണം 2-3 കാരണമാണ്. ഒരു കാരണം, ഇങ്ങോട്ടേക്ക് വലിയത് വരില്ല, നമ്പർ 1. നമ്പർ 2, എന്തെങ്കിലും ഒരു പ്രശ്നമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അവർക്ക് വേഗം പോകാം. മെയിൻ ആൾക്കാർ ഇതൊക്കെ ആയിരിക്കണം എൻ്റെ ഒരു സംഭവങ്ങൾ. കസ്റ്റംസോ നേവിയോ ആരെങ്കിലും വരികയാണെങ്കിൽ. അങ്ങനെ മുകളിൽ നിന്നൊരു കയറെടുത്തിട്ടു. ആ കയറിലാണ് എല്ലാവരും പിടിച്ച് മുകളിലേക്ക് കയറുന്നത്. ഞങ്ങളും മുകളിലേക്ക് കയറി. അന്നും ഇന്നും എനിക്ക് ഇത്തരത്തിലുള്ള ഒരു ബാലൻസിങ് ഒക്കെ വളരെ പേടിയാണ്. കയറി അതിനുള്ളിൽ ചെന്ന് കഴിഞ്ഞ് നോക്കിയപ്പോൾ 10, 150, 200 ആൾക്കാരൊക്കെ ഉണ്ടാവും. പല പ്രായക്കാരാണ്. 60, 65 വയസ്സായ ആളൊക്കെ ഇതിലുണ്ട്. എല്ലാവരെയും നമ്മൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ മീൻ പൊരിക്കാനായിട്ട് പാത്രത്തിലിടുന്ന പോലെ എല്ലാത്തിനും നിരത്തിക്കെടുത്തി ഞങ്ങൾ കെടുത്തു. ഭക്ഷണം ഒരു വലിയൊരു തളികയിൽ ആണ് കുറച്ച് പേര് ടൈമോ അല്ലെങ്കിൽ അങ്ങനെ എന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുക എന്നുള്ളതാണ്. അതായിരുന്നു അവിടുത്തെ ഭക്ഷണത്തിൻ്റെ രീതി. അത് വിളിക്കുന്നത് 1 മുതൽ 10 വരെ, പിന്നെ 11 മുതൽ 20, ആ നമ്പർ വിളിച്ചിട്ടാണ് ഈ സംഭവം. മുകളിലാണ് ഭക്ഷണം കൊടുക്കുന്നത്. അത് ഈ നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ റിവേഴ്സാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എപ്പോഴാണെങ്കിൽ അത്. അപ്പോൾ 100 മുതൽ ഇങ്ങോട്ടേക്ക്. അങ്ങനെ ഞങ്ങൾ ഡെയിലി പോകുന്നുണ്ട്. അപ്പോഴേക്കും ഇതിൻ്റെ കക്കൂസ് എന്ന് പറയുന്ന സംഗതി മുകളിലൊരു കയറിൽ കെട്ടിയിട്ടൊരു പെട്ടി പോലെയാണ്. അത് കയറിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര ധൈര്യമുള്ളവരായാലും പേടിക്കും. കാരണം അതിനെപ്പറ്റി അറിയുന്നവരാണെങ്കിലാണ് കൂടുതൽ പേടിക്കുക. കാരണം ഇതിന് നേരെ താഴെയാണ് പ്രൊപ്പല്ലർ. അപ്പം അഥവാ പൊട്ടി വീഴില്ല, പക്ഷെ പൊട്ടി വീണാൽ കഴിഞ്ഞു. അപ്പോൾ ആ ടെക്നിക്കൽ കാര്യങ്ങളെപ്പറ്റി അറിയുന്നവർക്കാണല്ലോ കൂടുതൽ പേടി. അറിയാത്തവരൊരു വിഷയമില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ അറിയാം, പ്രൊപ്പല്ലറാണ് നേരെ താഴെ. പേടി കൂടി 7 ദിവസവും ഞാൻ പറയാതെ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അങ്ങനെ എന്നിട്ട് തിരിച്ചു വരുന്നു. ഞങ്ങൾ 3 പേരും എപ്പോഴും കൂട്ടുകാരായിട്ട് ഇതിൻ്റെ മുകളിൽ, ഇടയ്ക്ക് ഇവരുടെ കണ്ണ് വെട്ടിച്ചിട്ടും സമ്മതം ചോദിച്ചിട്ടൊക്കെ മുകളിൽ ചെന്നിരിക്കും. അല്ലാണ്ട് നേരം പോണ്ടേ, വേറെ യാതൊന്നുമില്ലല്ലോ. അപ്പം എൻ്റെ കയ്യിൽ ഉമ്മ കുറച്ച് അവല് തന്നേൽപ്പിച്ചിട്ടുണ്ട് ഇക്കാക്ക് കൊടുക്കാനായിട്ട്. പിന്നെ ഒരു കള്ളിമുണ്ടുണ്ട്, പിന്നെ ഒരു ഷർട്ടും ഒരു പാൻറ്റും, ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു 5-ാമത്തെ ദിവസം ഞങ്ങൾ അറിയുന്നു ഇന്നടുക്കും. അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. സ്റ്റാഫ് വിവരം തന്നാണ് അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ മനസ്സ്, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് ഒക്കെ മാറിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇക്കാനെ കാണാമല്ലോ. കാരണം അവിടെ ഉണ്ട്, 1.5 കൊല്ലം മുമ്പ് ഉണ്ട് അവിടെ. അതായിരുന്നു എൻ്റെ മനസ്സിലുള്ള ഏതൊരു മോഹം. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, മോളിൽ നിന്ന് താഴേക്ക് അറിയുക, ഇതവിടെ ഇറാൻ നേവി കറങ്ങുന്നുണ്ട്. ഇങ്ങനെ ഈ പറയണതും, കാരണം നേവിഗേഷൻ സിസ്റ്റം അവരെ ഇതിലൊന്നുമില്ല, കോമ്പസ് ഉണ്ടാവുമോ എന്നുള്ള സംശയമാണ്. ഉദ്ദേശം വെച്ചിട്ടാണ് ഈ പോണതൊക്കെ. അപ്പോൾ ഇവർ പറഞ്ഞത് നേരാവാം, പേടിപ്പിക്കാൻ പറഞ്ഞതാവാം, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞ അടുത്ത ആളോടേക്ക് പറയുമ്പോൾ അങ്ങനെ കൂട്ടി പറഞ്ഞതാവാം. എന്താണെങ്കിലും ഞങ്ങളവിടെ താഴേക്ക് ഇറങ്ങി. പോകുന്നതിനിടയിൽ ഒരു മരണത്തെ മുന്നിൽ കണ്ടു എന്ന് പറയാവുന്നൊരു വിഷയം പോയതിൻ്റെ അന്നെൻ്റെ പിറ്റേന്ന് ഈ ഒരു സെൻറ്റർ ബാറുള്ളത് നല്ല കമ്പിയായിട്ട് കെട്ടിയിട്ടുണ്ട്. നല്ലൊരു, എനിക്ക് തോന്നുന്നതൊരു 32 mm ഒക്കെ കമ്പി ആയിരിക്കണം 3 കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് പോകാനുള്ള എളുപ്പമുള്ളതല്ല, അത്രയ്ക്കും നല്ല സ്ട്രോങ് ആണ്. എന്നിട്ട് പോലും ഇത് ആടി ആടി വെള്ളം ഉള്ളിലേക്ക് വന്നു തുടങ്ങി. ഇതിൻ്റെ ഒരയുന്നതിൻ്റെ ആ ഒരു ശബ്ദം
പേടിപ്പിക്കുന്ന ശബ്ദം വന്നു. അന്നൊക്കെ ഞങ്ങൾ തോന്നുമ്പോൾ ശല്യമായിരുന്ന കാലത്ത് പോലും അള്ളാഹിനോട് ദിക്റ് ചൊല്ലി തുടങ്ങി. രാമനഭജ ചെല്ലുന്നു, ആൾക്കാർ ആകെ വിഷമിക്കുന്നു. അങ്ങനത്തെ ഒരു രംഗം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് മാക്സിമം 2 അല്ലെങ്കിൽ 3 മണിക്കൂറേ അത് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇന്നത് ആലോചിക്കുമ്പോൾ ഒരു 3 യുഗം മാതിരി തോന്നുന്നുണ്ട്. പിന്നെ അത് കള്ളശാന്തം. 6-ൻ്റെ അന്ന് ഞങ്ങളോട് പറഞ്ഞു, ഇന്ന് എല്ലാവരും ഇറങ്ങും, ഇന്ന് അടുക്കും. അപ്പോൾ അന്ന് ഞാൻ ഒരു ക്ഷീണം കൊണ്ട് ഇങ്ങനെ ഒന്ന് മയങ്ങിപ്പോയി. രാത്രി ഒരു 11 മണി ഒക്കെ ആയിട്ടാവും. പിന്നെ നോക്കുമ്പോൾ കാണുന്നത് എൻ്റെ ഏരിയത്തുള്ള ഈ മുഹമ്മദ് അലി ഒഴിച്ച് ബാക്കി എല്ലാവരും അറിയിരിക്കുന്നു. ഞങ്ങൾ 2 പേരും ബാക്കിയുള്ളൂ. അന്ന് ആ ഉറക്കം ഒന്നും കൂടി ഉറങ്ങായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കേണ്ടി വരില്ല. അവരെടുത്ത് കടലിലേക്ക് എടുത്തിടും. കാരണം എത്രയും പെട്ടെന്ന് ആൾക്കാരെ അവിടെ ഡംപ് ചെയ്തിട്ട് വേണം അവർക്ക് തിരിച്ചു പോകാൻ. അപ്പോൾ അവരിറങ്ങിയെന്നും പറഞ്ഞ റിപ്പോർട്ടൊന്നും അവർക്ക് വേണ്ട. പത്തേമാരി അവിടെ ഇറക്കി അതിൻ്റെ കാശ് ഇവരോട് വാങ്ങുന്നു. അല്ലെങ്കിൽ അവർക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല. അൽഹംദുലില്ലാ അത് അവിടെ ഇറങ്ങി താഴേക്ക് ചാടണം. അപ്പോൾ അത് ചാടുന്നതും ഇതുപോലൊരു വഞ്ചി അവിടെ വരും. 1 അല്ലെങ്കിൽ 2 3 വഞ്ചികൾ, ബോട്ടുള്ള വഞ്ചികൾ അവിടെ ഹോർഫുഖാനിൽ നിന്ന് അതിലേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ കാല് പൊട്ടി, ചെരുപ്പും പൊട്ടി. അവരൊരു പടിയുണ്ട്, പടിയമേൽ തട്ടിയിട്ടാണ് പൊട്ടിയത്. നടക്കാൻ ബുദ്ധിമുട്ടായി. നല്ല മഞ്ഞുള്ള കാലമായിരുന്നു. അപ്പോൾ നല്ല വേദന. അപ്പം നീന്തേണ്ടി വന്നില്ല. പക്ഷേ ഏകദേശം അരയോളം അരപ്പൊപ്പം വെള്ളത്തിലാണ് ഉടനെ പിന്നെ ഇറക്കണത്. അവിടെ നിന്ന് നടന്ന് ഞങ്ങൾ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിലാവുണ്ട്, സ്ട്രീറ്റ് ലൈറ്റുകളൊന്നുമില്ല. വീടുകളിലൊക്കെ കറണ്ട് ഉണ്ടോ തന്നെ അറിയില്ല. അങ്ങനെ വീടുകളൊക്കെ വളരെ ദൂരങ്ങളായിട്ടാണ്. അപ്പം ഞങ്ങളിങ്ങനെ നടന്നപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഇറങ്ങിയവരാണല്ലോ. അപ്പം ഞങ്ങൾ 4 പേര്, ഞാൻ, മുഹമ്മദ് അലി, ബാവ, ഫ്രാൻസിസ്, ഞങ്ങൾ 4 പേരും കുറേ നടക്കും. നടക്കുമ്പോൾ കാണാൻ ഞങ്ങളുടെ ലോഞ്ചിൽ വന്നിട്ടുള്ള ആൾക്കാർ ഈ ചതർ പരിചയപ്പെട്ടിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ലോഞ്ചിലുള്ള ആൾക്കാരാണ്. അവർ കുറച്ചൊരു ഗ്യാങ് അപ്പുറത്ത് നിൽക്കുന്നുണ്ടാവും. അവരെ മുമ്പിൽ കൂടെ ഞങ്ങൾ നടക്കും. ഞങ്ങൾക്ക് എല്ലാം അറിയാമെന്നുള്ള അവരെ മൈൻഡ് ചെയ്യാണ്ട് നടക്കും. കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിൽക്കും. എവിടേക്ക് പോകേണ്ടത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇവർ ഞങ്ങളുടെ മുന്നിലൂടെ നടക്കും. അങ്ങനെ 2 പ്രാവശ്യം ഈ നൃത്തം കഴിയുമ്പോൾ അവർ ഞങ്ങൾ കമ്പനിയായി, ഞങ്ങൾ ഒന്നിച്ചായി. അങ്ങനെ അവരിൽപ്പെട്ട ഒരാളോട്, അപ്പോൾ അന്ന് എനിക്ക് നല്ല ഇവരൊക്കെ മലയാളികൾ തന്നെയാണ്. അതെ, എല്ലാവരും അതെ. ഇത് വല്ല തമിഴ് ഉണ്ടോ സംശയമാണ്, ഉണ്ടാവാം, അറിയില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയില്ല, കുശലാന്വേഷണം ഒന്നുമില്ലല്ലോ. അപ്പം അതിൽപ്പെട്ടൊരു ചെറുപ്പക്കാരനോട്, ഞങ്ങൾ ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞു, മോനെ അവിടെ ഒരു പാട്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അറിയുന്നില്ല ഇത് ദുബായ് ആണോ ഇനി ശരിയായ അറബ് രാജ്യത്തിലാണോ ഞങ്ങൾ എത്തിയിരിക്കുന്നത്, ഒന്നും അറിയില്ല. കര കണ്ടു, കരയിൽ ഇറങ്ങി എന്നുള്ളൊരു സമാധാനം മാത്രം. നല്ല വിശപ്പുണ്ട്. അപ്പോൾ അവിടെ ഒരു ഇത് നടക്കുന്നുണ്ട്, ഒന്ന് പോയിട്ട് കുറച്ച് ഭക്ഷണം എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ പറഞ്ഞു. ഇവനെ വിട്ടു. ഇവൻ നേരെ പോയിട്ട് വേഗത്തിൽ കിതച്ച് പേടിച്ച് മടങ്ങി വന്നു. കൂടെ 2 പേരുണ്ടായിരുന്നു. ഒന്നൊരു നിസ്കാരക്കുപ്പായിട്ടൊരു സ്ത്രീ, മറ്റൊന്ന് ഒരു പ്രായമുള്ള ഒരാളും. ഇവൻ തിരിച്ചു വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, അപ്പോൾ കയ്യിലൊന്നുമില്ല, ഭക്ഷണവുമില്ല, അവരൊന്നുമില്ല. ഞാനവിടെ ചെന്നപ്പോണ്ട് ഫുൾ ആടിനെ പൊരിച്ചിട്ട് തോക്കും വാളൊക്കെ വെച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ പാട്ടും ഡാൻസൊക്കെ കണ്ട് പേടിച്ചിട്ടൊക്കെ വന്നിരിക്കുന്നത്. ഈ കൂടെ വന്ന ആളിനോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാതെ കൈയോട് കാണിച്ചു, ആംഗ്യങ്ങൾ കാണിച്ചു. അപ്പോൾ അവരതിനുള്ള എല്ലാ ഇതുകളും പറയുന്നതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു ഭാഷ, ആകെ അറിയുന്നൊരു ഭാഷ പറഞ്ഞു, ദുബായ്. അതിൽ പിന്നെ ഏത് ഭാഷയിൽ പറഞ്ഞാലും അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഇവിടുത്തെ 10 കിതാബ് പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് അറബി നന്നായിട്ട് അറിയാം എന്നുള്ളൊരു അഹംഭാവം. അപ്പോൾ അവരൊക്കെ എന്നെ അങ്ങോട്ട് പൊന്തിച്ചിട്ട് 10 കിതാബ് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അറബിയൊക്കെ അറിയാം. അപ്പോൾ ഞാൻ എൻ്റെ അറബിയിൽ ഞാനിവരോട് സംസാരിച്ചു. അപ്പോൾ ഈ കൂടെ വന്ന നിസ്കാര കുപ്പായം ഇട്ട് എന്ന് പറയുന്ന സ്ത്രീ അല്ലായിരുന്നു, അതിൽ ചെറുപ്പ പയ്യനാണ്, അവൻ്റെ അറബി വേഷമാണത്. പക്ഷെ ഞങ്ങളതിന് മുമ്പേ ജീവിതത്തിൽ ഞങ്ങൾ ആരും അറബി വേഷം കോസ്റ്റ്യൂം കണ്ടിട്ടില്ലല്ലോ. ഒരു പടത്തിലാവട്ടെ, സിനിമയിലാവട്ടെ, അല്ലെങ്കിൽ വേറെ എവിടെയും കണ്ടിട്ടില്ലല്ലോ, ഒരു പത്രത്തിൽ കണ്ടിട്ടില്ലല്ലോ.
അപ്പം ഞാൻ അറബിൽ ഇവനോട് അല്ലവലു അൽ റാബിയോ ഒക്കെ അടിക്കണം. അപ്പോൾ അവൻ അവിടെ നിന്ന് കിട്ടി ഇംഗ്ലീഷിൽ 15 റുപ്പീസ്. അതായത് എൻ്റെ ഈ അറബി ഒന്നും അവർക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഞങ്ങൾ സമ്മതിച്ചു. അപ്പോൾ അന്ന് ലാൻഡ് റോവറിൽ ഫ്രണ്ടിൽ കയറിയിരിക്കണമെങ്കിൽ 15 ഇന്ത്യൻ രൂപ, ബാക്കിലാണെങ്കിൽ 12 രൂപ. അപ്പോൾ എൻ്റെ കയ്യിൽ കാശ് കുറവായതുകൊണ്ട് ഞാൻ 12 രൂപയ്ക്ക് ഇരുന്നു. അപ്പോൾ നല്ല തടവുണ്ടാവും, പൊടി പാറും ബാക്കിലിരുന്നാൽ. അങ്ങനെ ഇതിങ്ങനെ പോകുന്നതിൻ്റെ സൈഡിൽ കടലിൻ്റെ ശബ്ദവും കടലും കാണാം, നിലാവുണ്ടല്ലോ. റോഡ് ഒന്നും ടാറിങ് ചെയ്തിട്ടുള്ളതല്ല, പഴയകാലം സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല. അങ്ങനെ കുറേ ദൂരം അങ്ങോട്ട് പോയപ്പോൾ വളരെ അകലെ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു ലൈറ്റ് നിൽക്കുന്നു. അപ്പം ഞാൻ എരിയത്തിരിക്കുന്നവരുടെയും പറഞ്ഞു, അതെന്താണെന്നറിയോ? അതാണ് പിന്നെ എന്ത് ടവർ, മറ്റേ ഇത് ക്ലോക്ക് ടവർ അല്ല, മറ്റേ ലൈറ്റ് ഹൗസ്. അപ്പോൾ അവർക്ക് സന്തോഷമായി, കാരണം എനിക്കെല്ലാം അറിയാമല്ലോ. വണ്ടി അവിടെ കൊണ്ട് നിർത്തി, ഞങ്ങളിറങ്ങി പൈസ കൊടുത്തു. നോക്കുമ്പോൾ അത് ഒരു പള്ളിയുടെ മിനാരായിരുന്നു. അല്ല, എൻ്റെ രണ്ടാമത്തെ അമ്മാവും പോയി. അപ്പം അപ്പം അന്ന് ഞങ്ങളൊക്കെ തോന്നുമ്പോൾ ശല്യാണ്, മുട്ടുമ്പോൾ ശല്യാണ്. അപ്പം ഞങ്ങൾ ഇവരോടൊക്കെ പറഞ്ഞു, മുഹമ്മദ് അലിയാണ്. ഞാൻ പിന്നെയും നിസ്കരിക്കും, മുഹമ്മദ് അലി തീരെ നിസ്കരിക്കാത്ത കാലമായിരുന്നു. പിന്നെ ഉള്ളത് ഫ്രാൻസിസും ബാബയാണ്. അപ്പം ഞങ്ങൾ ആ പള്ളിയുടെ സൈഡിൽ പുറത്ത് തന്നെ കിടന്നു. അപ്പം ഏകദേശം ഒരു 2 മണി 1 മണി 2 മണി രാത്രിയായിട്ടുണ്ട്. അതിനു മുൻപ് ഞങ്ങൾ ജീവിതത്തിൽ സുബഹി എന്താണെന്നുള്ള സമയത്ത് എഴുന്നേറ്റിട്ടേ ഇല്ല അക്കാലത്ത്. അപ്പം ഞങ്ങൾ ഇവരോട് പറഞ്ഞു അങ്ങനെ. അപ്പം അത് അറബി രാജ്യമാണെന്നുള്ളത് മനസ്സിലായി. അപ്പോഴും ഫുജേറയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഫുജേറയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതറിയില്ല. ഫുജേറയ്ക്ക് എത്തി. അതെ, ഫുജേറയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അറബി രാജ്യമാണെന്ന് മനസ്സിലായി. അപ്പം ഞങ്ങൾ ഇവരോട് പറഞ്ഞു, അപ്പോൾ അറബി ബോർഡുകളോ അങ്ങനെ ഒന്നുമില്ലല്ലോ, അറബികളെ കണ്ടതുകൊണ്ടാണ് ഇത് അറബി രാജ്യമാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, ഫ്രാൻസിസിനോട് അടക്കം പറഞ്ഞു, നമുക്ക് നാളെ വിളിക്കുമ്പോൾ നിസ്കരിക്കാം, ഞങ്ങൾ കാണിക്കുന്ന പോലെ കാണിച്ചാൽ മതി. ഫ്രാൻസിസിനോട് പിറ്റേന്ന് സുബൈക്ക് കൊടുക്കുന്നു, അവർ വരുന്നു, നിസ്കരിക്കാൻ നിൽക്കുന്നു, ഞങ്ങളും അവരെ പോലെ നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ വഴിക്ക് തൊട്ടപ്പുറത്തൊരു ഹോട്ടലിൽ നിന്ന് കുട്ടിക്കുപ്പായ എന്നുള്ള സിനിമയിലത്തെ ഒരു പാട്ട്, ഒരു കൊട്ട പൊന്നുണ്ടല്ലോ എന്നുള്ള പാട്ട്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ടേപ്പ് റെക്കോർഡർ അല്ല, റെക്കോർഡ് പ്ലെയർ ആണെന്ന് സംശയമുണ്ട്. സന്തോഷമായി, മലയാളികളുണ്ടല്ലോ. അപ്പോൾ കയ്യിൽ പൈസ വളരെ കുറവാണ്, വിശപ്പാണ് നന്നായിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് പൊറോട്ടയ്ക്കൊക്കെ എത്ര പൈസ, ചായക്ക് എത്ര പൈസ എന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. കുറച്ച് പൈസയും കൂടി ബാക്കിയുണ്ട് കയ്യിൽ ഉള്ളതുകൊണ്ട് ആ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട്. അപ്പം അന്ന് ഞങ്ങൾക്ക് അറിയില്ല 2 കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളത്. ആ സംഭവം നാണക്കേടൊന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. നാണക്കേടൊന്നുമില്ല. അറബികൾ നമ്മളെ ഭക്ഷണം സഹായിക്കും. അത് നമ്മൾ ചെന്നിട്ട് കുറച്ച് ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് കഴിച്ചത് കൊണ്ട് നമുക്ക് യാതൊരു മോശമില്ല. പക്ഷെ അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. 2 മലയാളികൾ തന്നെ നമ്മളെക്കാളും മുമ്പ് പോയ ആൾക്കാർ നമ്മൾക്ക് പൈസ തരും, നമുക്ക് എന്താ പറയുക, താമസിക്കാൻ സൗകര്യം തരും, ഭക്ഷണം വാങ്ങിത്തരും, എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ നിങ്ങൾ മടക്കി തന്നാൽ മതി എന്നുള്ള മലയാളികളന്നുണ്ടായിരുന്നു. സഹായിക്കാനുള്ള ഒരുപാട് മനസ്സിലായില്ല. അത് ജാതിയോ മതമോ ഒന്നും നോക്കാതെ. അത് പറയുമ്പോൾ അത് മറ്റൊരു സെക്ഷനാണ്. 80-ന് ശേഷമാണ് അത്, 75-ന് ശേഷമാണ് അത് മാറിയത്, ഈ വർഗീയത വന്നത്. അത് ഞാൻ പറ്റി പറയാം. അങ്ങനെ അപ്പോൾ അന്ന് ഇന്ത്യൻ്റെ 1 രൂപയ്ക്ക് അവിടുത്തെ അത് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 40 ഫിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 ഇന്ത്യൻ്റെ രൂപ കൊടുത്താൽ അവിടുത്തെ 1 റിയാൽ കിട്ടും. റിയാലാണ് അന്ന് റിയാലാണ്. ഖത്തർ ദുബായ് റിയാൽ. ചേർത്തിട്ടുള്ളൂ. അതെ, QDR എന്നാ പറയാം ഷോർട്ട്. അതായത് UAE വന്നിട്ടില്ല, UAE രാഷ്ട്രം രൂപീകരിക്കാൻ പോകുന്നത് ക്രിസ്ത്യൻ സ്റ്റേറ്റ്സ് ആണ്. ശ്രദ്ധിക്കണം, മലയാളി ആയതുകൊണ്ട് 3.5 വാങ്ങിയുള്ളൂ. എന്ന് വെച്ചാൽ 2.5 ഉള്ളൂ ശരിക്ക്. മലയാളിക്ക് കൊലയാളി, അവൻ കൂടുതൽ വാങ്ങി എന്നർത്ഥം, 1 ദിർഹം കൂടി. അങ്ങനെ ഞങ്ങൾ വിശപ്പടക്കിയിട്ട്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ, നടക്കുകയാണ്. ഞങ്ങൾ 4 പേര്, ഞാൻ, മുഹമ്മദ് അലി, ബാവ, ഫ്രാൻസിസ്. അപ്പോഴും വേറെ പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്
ആ നാട്ടിൽ പോകാത്തവരോ അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് പോകാത്തവർക്കും മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഭാഷ ഇന്ന് ബംഗാളികൾ വന്നിറങ്ങുന്ന പോലെ. ബസ് സ്റ്റാൻഡ് ഏതെങ്കിലും ബംഗാളികൾ വന്നിറങ്ങിയാൽ എങ്ങനെ നടക്കുക അവർ എന്ന മാതിരി നടക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ മറ്റേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. ഈ ലോഞ്ചിൽ വന്നവർ തന്നെ അവരിൽ ചിലവർക്ക് ജോലി അപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. അറബികൾ വിളിച്ചുകൊണ്ടിട്ട് ജോലിക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അപ്പോഴും ഞങ്ങൾക്ക് അറിയുന്നില്ല ഇത് ഫുജൈറയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ദുബായ് എവിടെയാണ്, ഫുജൈറയിൽ നിന്ന് ദുബൈക്ക് എത്ര ദൂരമുണ്ട്, റോഡ് എന്താണെന്ന് ഒന്നും ഞങ്ങൾക്കറിയില്ല. ശരിക്കും ലക്ഷ്യം വെക്കുന്നത് ദുബായിലേക്ക് ദുബൈക്ക് പോകണം. അവിടെയാണ് ജേഷനൊക്കെ ഉള്ളത്. ജേഷനുള്ളൂ. അങ്ങനെ നടക്കും. പറ്റി ചെരുപ്പിയെ പൊട്ടിയത് പറഞ്ഞല്ലോ, അവിടെയാണ് ഈ തരം ചെറിയ ചെറിയ കല്ലുകൾ പോലെയുണ്ട്, ചെറിയ മുൾച്ചെടികളുണ്ട്. അപ്പം നടക്കുമ്പോൾ നല്ല വേദന, നല്ല തണുപ്പ് കാലം. അങ്ങനെ കുറേ അങ്ങോട്ടേക്ക് നടക്കും ഇങ്ങോട്ടേക്ക് നടക്കും, ഒരു രക്ഷയില്ല. അടുത്ത ദിവസമായി അല്ലേ? നേരം വെളുത്തു, ഉച്ചയായി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള പൈസ എല്ലാം കൊടുത്ത്, ഞങ്ങൾ 3 പേരുടെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് ഈ ബാബാനെ ദുബൈയിലോട്ട് പറഞ്ഞയക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ പോലെ അല്ലെങ്കിൽ അതിന് ശേഷമുണ്ടായ മാതിരി ഫോൺ വിളിച്ചറിയിക്കാനുള്ള യാതൊരു സംവിധാനം ഇല്ലല്ലോ. അപ്പോൾ പോവുക, ജ്യേഷ്ഠനോട് പറയാൻ ഇങ്ങോട്ട് വരിക, എന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോവുക, ഇതാണ് മെസ്സേജ്. 3 പേര് ഇവിടെ നിന്നിട്ട് അവരെ ഒരാളെ പറഞ്ഞയക്കുന്നു. അതിനുള്ള കാശ് ഉണ്ടായിരുന്നുള്ളൂ ഉള്ളൂ. പക്ഷേ സ്വന്തം ഉമ്മ പോലും ആ റോട്ടിൽ കൂടെ ഇങ്ങോട്ടേക്ക് വരില്ല എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അത്രയും തല്ലിപ്പൊളി റോഡാണ്. ഇങ്ങോട്ട് അത് പകുതി ജീവൻ പണയം വെച്ചിട്ട് വേണം ഇങ്ങോട്ട് വരണമെങ്കിൽ. അത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഞങ്ങൾ വിട്ടു. അവൻ വരുന്നില്ല. പക്ഷെ വരാത്തത് ഇന്നതാണെന്ന് ഞങ്ങൾക്ക് അറിയാനുള്ള യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലല്ലോ. അങ്ങനെ വീണ്ടും ഞങ്ങൾ നടക്കുന്നു, ഉച്ചയാവുന്നു, വിശക്കുന്നു, ഒരു രക്ഷയില്ല. കുറേ നടന്നപ്പോണ്ട് ഞങ്ങളെ കണ്ണുകൾക്ക് ഞങ്ങളെ വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവം. എൻ്റെ വീടിനടുത്തുള്ള ഒരാളുണ്ട്, അവിടെ വന്നിരിക്കുന്നു. വീണ്ടും അദ്ദേഹം വന്നിരിക്കുന്ന പേര് അമാനുക്ക, അമാനുള്ള എന്നാണ് ശരിക്കും പേര്. ഞങ്ങൾ അമാനുക്ക എന്ന് വിളിക്കും. ഞങ്ങളെക്കാളും മുൻപ് പോയ ഒരാളാണ്. ഞങ്ങളെക്കാളും 4 or 5 വർഷം മുമ്പ്, ഈ 4 കൊല്ലം മുമ്പൊക്കെ പോയിട്ടുള്ള ആളാണ്. അദ്ദേഹം വന്നിരിക്കുന്നത് ഞങ്ങൾ വന്നിട്ടുണ്ടല്ലോ, ഞങ്ങളെ രക്ഷപ്പെടുത്താലോ ഞങ്ങളെ കൊണ്ടുപോകാലോ എന്ന് വെച്ച് വന്നതല്ല. അദ്ദേഹം അവിടെ നിന്ന് കുവൈത്തിലേക്ക് പത്തേമാരി പോകാനായിട്ട് വന്ന ആളാണ്. അപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. ദുബായിൽ നിന്ന് കുവൈത്തിലേക്ക് പോകാൻ വേണ്ടി. ദുബായിൽ നിന്നല്ല, ഫുജൈറ. അപ്പോൾ അന്നൊക്കെ ദുബായിൽ നിന്ന് അബുദാബിക്ക് ഈ പത്തേമാരി പോയിരുന്ന ആൾക്കാരുണ്ട്. ദുബായ്. അങ്ങനെ അതും വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ടൗണിലോ അല്ലെങ്കിൽ ഈ പത്തേമാരി കയറുന്ന ഭാഗത്തൊന്നും അല്ല. അത്തരം സ്ഥലത്ത് ഞങ്ങളെ കാണുന്നുള്ള അദ്ദേഹത്തിനോ ഞങ്ങൾ അദ്ദേഹം വരുന്നുള്ള ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രതീക്ഷയില്ല. നിങ്ങൾ പത്തേമാരി ഇറങ്ങി കൊടുത്ത് കുറേ നടന്നിപ്പുറത്ത് എത്തിയല്ലോ. അതെ. അപ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം ഞങ്ങൾക്ക് അദ്ദേഹം ഒരു ദൈവദൂതനെ പോലെ വരുത്തിച്ചു. ഒരു വഴികാട്ടി. അങ്ങനെ അദ്ദേഹം ഞങ്ങളെ കൊണ്ടുപോയി ഒരു സാധാരണ ഹോട്ടൽ, നമ്മുടെ സാധാരണ മലയാളിയുടെ ഹോട്ടൽ, അവിടെ പോയിട്ട് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ വാങ്ങി തന്നു. ഞാൻ അതിന് ശേഷം ലോകത്തിലെ പല സ്ഥലത്ത് പോയിട്ടും 7 സ്റ്റാർ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ രുചി എനിക്ക് അന്നത്തെ ഭക്ഷണത്തിലാണ്. വിശപ്പാണ് ഭക്ഷണത്തിൻ്റെ രുചി ഉണ്ടാക്കുന്നതെന്ന് പറയുന്ന പോലെ. ആ കേരളത്തിലെ എന്താ പറയുക, മറ്റേ ചോറും ഇതൊക്കെ ആയിട്ട്. എന്നിട്ട് ഞങ്ങൾ ഇവർ അടുക്കളയിൽ താഴത്ത് പോയിട്ട് കിടന്നുറങ്ങി. അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുള്ളൂ. അത് കൽബയായിരുന്നു. കൽബയിൽ കുറച്ചും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഒമാനായി, ഒമാൻ്റെ സ്ഥലമായി. അങ്ങനെ പിറ്റേന്ന് മൂപ്പര് പൈസ തന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇതിൽ കയറ്റി അയക്കുകയാണ് ലാൻഡ് റോവർ വണ്ടിയിൽ. അതിൽ ലാൻഡ് റോവർ വണ്ടിയിൽ പോകുമ്പോൾ അപ്പോൾ അന്നും ഇന്നും ഞാൻ തഹൂറത്ത് ഭയങ്കരമായിട്ട് ഹൈജീനിക് ആയിട്ടുള്ള ഒരാളാണ്. എല്ലാ കാര്യത്തിലും ഭക്ഷണമാവട്ടെ എന്താവട്ടെ എനിക്ക് ഭയങ്കര ഞാൻ പോലും അവിടെ നോക്കുമ്പോൾ കുറേ അങ്ങ് പോയപ്പോഴുണ്ട് മലയുടെ ഉള്ളിൽ കൂടിയാണ് ഈ പോണത്. മല കയറി ഇറങ്ങി ആകെ റോഡൊക്കെ വെറും എന്താ പറയുക, നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ റോഡൊന്നും ഉണ്ടാവില്ല, അത്രയും തല്ലിപ്പുഴ റോഡുകൾ. ആ സമയത്തുണ്ട് ഒരു മലയുടെ ഇടുക്കിൽ ഒരു ലാൻഡ് റോവറിൽ വന്നിട്ട് പിന്നെ മല കയറിയിട്ട് അപ്പുറത്ത് പിന്നെ കുറേ മലകൾ കയറി ഇറങ്ങിയിട്ടാണ് ഈ പോണതൊക്കെ. അങ്ങനെ അവിടെ ആ റോഡൊക്കെ ഇപ്പം സ്മൂത്ത് റോഡായിട്ടോ. ഞങ്ങൾ ശേഷം പോയിട്ടുണ്ട് ആ ഭാഗത്ത് ഈ മലയുടെ ഇടുക്കിൽ. അപ്പോൾ ഈ പോകുമ്പോൾ തീർന്നത് കുലിയാണല്ലോ പോണത്. അപ്പം മനുഷ്യനാകെ ദേഹം മുഴുവൻ വേദന എടുക്കുന്നത്. അവിടെ ഇടുക്കിലുണ്ട് ഒരു അലൂമിനിയം പെട്ടി തുറന്ന് കിടക്കുന്നത്, നിറച്ചും ബ്രെഡ്. വേഗം നിർത്തി. ഞങ്ങളവിടെ ചെന്നിട്ട് കൈകൊണ്ട് തുടഞ്ഞ് കുറേ കഴിച്ചു.
കുറേ ഞങ്ങൾ കയ്യിൽ പിടിച്ചു, വിശപ്പിൻ്റെ അറ്റം കൊണ്ട്. അങ്ങനെ ഒരു ഏകദേശം ഒരു മണി 2 മണി ആയിട്ടുണ്ടാവണം ഷാർജയിലെത്തി. ഷാർജയിൽ അപ്പം അന്ന് നേരത്തെ പറഞ്ഞ പോലെ ആർക്ക് വേണമെങ്കിലും വെൽഫെയർ ആയിട്ട് ഇങ്ങനെ അവർക്ക് എന്ത് സൗകര്യങ്ങളും ചെയ്യാൻ ആൾക്കാരുണ്ട്. അവർ ഏത് നാട്ടുകാരാണ് ഏത് ജാതിക്കാരാണ് നോക്കില്ല. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല. അപ്പം ഞങ്ങൾ അവിടെ ഈ വരുന്ന ഇവിടുന്ന് ഫുജൈറേന്നും ഹോർഫുഖാനിന്നും കൽബേന്നും ഹോർഖൽബേന്നും ഒക്കെ വരുന്ന ഈ ലാൻഡ് റോവറിൻ്റെ അറബികളുണ്ടല്ലോ, അവർ പോലും അറിയാം ഇന്ന ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്താൽ അവർക്ക് അതിൻ്റെ കാശ് കിട്ടുന്നുള്ളത്. ഇവരിൽ കാശില്ലെങ്കിൽ തന്നെ അതിന് ഇവർ പേരിടും. മുഹമ്മദ് എന്നാണ് പേര്, മുഹമ്മദ് അമല ബാരി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയാൽ അവർക്ക് കുഞ്ഞു മുഹമ്മദ് ആണെങ്കിൽ കുനി മുഹമ്മദ്. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചത് ഇങ്ങനെ ഇടമുട്ടത്തുള്ള ഇന്ന ആള് വീട് എവിടെയാണ്, അങ്ങനെ അന്വേഷിച്ച് അവിടെ പോയി അവിടെ നിന്നു. അവിടെ നിന്ന് വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ ഉള്ള ഷർട്ട് കഴുകി ഉണക്കി ഞങ്ങൾ അവിടെ നിന്ന് ദുബായിലോട്ട് ചെന്നു. ദുബായിൽ ചെന്നപ്പോൾ ഇന്ന് എല്ലാവരും അറിയുന്ന, അല്ലെങ്കിൽ അന്നും എല്ലാവരും പറയുന്ന ഒരു ഹോട്ടലുണ്ട്. അതിൻ്റെ ശരിയായ പേര് ഐഷ റെസ്റ്റോറൻറ്റ് എന്നാണ്. കാതിൽ ഹോട്ടൽ എന്ന് എല്ലാവരും പറയുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ ഒരു 10 പേരിൽ കൂടുതൽ ഒന്നിച്ച് കാണുമെങ്കിൽ അവിടെ വേണം അന്ന്. അവിടെ കൊണ്ടുവന്നിറക്കി. അവിടെ ചെല്ലുമ്പോൾ അപ്പോൾ ഇവർക്ക് ഈ ലാൻഡ് റോവർ വന്നിട്ട് ആൾക്കാർ 10 ആളോ 15 ആളോ ഇങ്ങനെ ഇറങ്ങുമ്പോൾ അവർക്കറിയാം ഇതിൽ ഈ പത്തേമാരി വന്നവരാണ്. അതായത് ഈ വേഷം കൊണ്ടും എല്ലാം കൊണ്ടും അറിയാം. അപ്പം അതിന് കുറേ വോളണ്ടിയേഴ്സ് ഉണ്ട്. അവർ ഞങ്ങളെക്കാളും മുൻപ് ഈ ഇന്നത്തെ പോലെ KMCCയോ അല്ലെങ്കിൽ മറ്റൊരു സംഘടനകളോ അങ്ങനെയൊന്നുമല്ല. അവർക്ക് എന്തോ ഒരു പരോപകാരം ചെയ്യുക എന്നുള്ള ഒരു ഇത് മാത്രം. മലയാളികൾ അല്ലാണ്ട് ഒരു സംഘടനയുടെ ബാനറൊന്നുമല്ല. അവർക്കാണെങ്കിൽ ഞങ്ങളെക്കാളും 1 or 2 മാസം മുൻപ് എത്തിയൊരു എക്സ്പീരിയൻസ് ഉള്ളൂ. പക്ഷേ ഞങ്ങളെക്കാളും സഹായിക്കാൻ തയ്യാറായി നിൽക്കണം. അപ്പോൾ അവർ ഞങ്ങളോട് ചോദിക്കും നിങ്ങൾ എവിടെയാണ്, അങ്ങനെ അഡ്രസ്സൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ഇവർ നമ്മളെയും കൊണ്ട് പോകും. അങ്ങനെ ഓരോ മലയാളികൾ താമസിക്കുന്ന ഫ്ലാറ്റ് എന്ന് പറയാൻ പറ്റില്ല, വല്ല വില്ലകളോ അല്ലെങ്കിൽ റൂമുകളോ അവിടെ പോയിട്ട് ചോദിക്കും ഇന്ന ആളെ നിങ്ങൾ അറിയോ ഇന്ന. അപ്പോൾ അവർ പറയും. അങ്ങനെ കണ്ടുപിടിച്ച് അതേ സ്ഥലത്ത് അവരെത്തിക്കും. അങ്ങനെയാണ് ഞാൻ 18ാമത്തെ വയസ്സിൽ പേർഷ്യക്കാരനായത്. ശരി. അങ്ങനെയാണ് ജസ്റ്റിനടുത്തെത്തി. അതെ. ഓക്കെ. ശരിക്കും ഈ നമ്മൾ ജോഗ്രഫിക്കലി പറയുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായ 2 പ്രദേശങ്ങൾ. ഇപ്പോൾ കുറേ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു. കേരളത്തിലെ പോലെ പ്രത്യേകിച്ച് നമ്മൾ ഈ ഭാഗത്തൊക്കെ തൃശ്ശൂരായാലും പോകുന്ന കോഴിക്കോടൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ബോംബെ ഒക്കെ ആണെങ്കിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസാണ്. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ ഗ്രീനറി, കാണുന്നിടത്തൊക്കെ പച്ച, ഈ വെള്ളം, കടൽ, അങ്ങനെ എല്ലാം കൂടി പുഴകളൊക്കെ ചേർന്നുള്ള സ്ഥലം. ഈ ജിയോഗ്രഫിക്കലി ഒരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ കൾച്ചറലി ഒരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ഇത് 2 തമ്മിലുള്ള മാറ്റമുണ്ട്. മാത്രമല്ല താങ്കൾ വളരെ ചെറുപ്പമാണ്, 18 വയസ്സാണ്. മാത്രമല്ല ഈ പറയുന്ന ഒരു ഹോം സിക്നെസ് ഒക്കെ ഉണ്ടാവും. വീട്ടിൽ ഉമ്മയുണ്ട് ഉപ്പയുണ്ട്, ഇതൊക്കെ എല്ലാവരുടെയും മറന്നിട്ടാണ് അപ്പുറത്തൊരു സ്ഥലത്തേക്ക് എത്തുന്നത്. അതിൻ്റെ ആ ഒരു ചേഞ്ച് എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് ശരിക്കും? ഒന്നാമത്തെ കാര്യം, അന്നും ഇന്നും എനിക്ക് ഗൾഫിലെ സാധനത്തിനോടൊരു അതിമോഹങ്ങളില്ല. അല്ലെങ്കിൽ ഗൾഫിലത്തെ എന്തെങ്കിലും ഒരു ജീവിതത്തിനെ പറിച്ചു നട്ട ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഞാനവിടെ ചെന്ന് ജോലി സ്റ്റാർട്ട് ചെയ്തിട്ട് അന്വേഷിച്ചിറക്കാണ്. അപ്പോൾ ജ്യേഷ്ഠനുണ്ട്, ബന്ധക്കാരൊക്കെ അവിടെ ഉണ്ട്, നാട്ടുകാരുണ്ട്. അതിൽ കുറേ ആൾക്കാരും സാമ്പത്തികമായിട്ട് ഒന്നുമില്ലെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ചെന്നതിൻ്റെ 3ൻ്റെ അന്ന് മുതൽ ഞാൻ ജോലി അന്വേഷിച്ചിറക്കാണ്. മൂന്നാമത്തെ ദിവസം ഞാൻ ജോലി അന്വേഷിച്ചിറക്കാണ്. അന്ന് ഞാൻ താമസിച്ചത് ഒരു ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി പോവാണ്. അത് സിക്കത്തൽ ഖൈൽ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആ പോലീസ് സ്റ്റേഷൻ്റെ ഇരുത്തായിരുന്നു അന്ന് ഞങ്ങൾ താമസിച്ചത് ഫസ്റ്റിൽ ദുബൈയിൽ. ദൈറ ദുബൈയിൽ. ആ സമയത്ത് എനിക്ക് ആകെ അറിയാവുന്ന ഭാഷ ഞാൻ എഴുതി കൊണ്ടുപോകണം. ഷുഗൽ ഫി, വരി വേക്കൻസി, കാം ഹേ, ഈ 3 ഭാഷ കയ്യിൽ എഴുതി കൊണ്ടുപോകണം. അതല്ലാണ്ട് പറയാൻ എനിക്കറിയില്ല, കാണാപ്പാടം പഠിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഓരോ സ്ഥലത്തും കയറും, ഫ്ലാറ്റുകളിൽ വീടുകളിലൊക്കെ കയറും, എന്തെങ്കിലും ജോലി ഉണ്ടോയെന്ന് അന്വേഷിച്ചിട്ട്. അങ്ങനെ നടന്ന് അപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് പറയാമെന്ന് വെച്ചോ, ഒന്നുകിൽ ഇല്ലെന്ന് പറയുന്നു, അല്ലെങ്കിൽ പറഞ്ഞു നിങ്ങളൊരു ചൊവ്വാഴ്ച വന്നോളൂ എന്ന് പറഞ്ഞെന്ന് ചോദിച്ചോ. ചെല്ലുന്നത് ഞായറാഴ്ച ആണെങ്കിലും ചൊവ്വാഴ്ച വരെ പിന്നെ ഞാൻ ജോലി അന്വേഷിക്കാതിരിക്കുന്നില്ല. കാരണം ആ ജോലി ചിലപ്പോൾ വേറെ ആൾ പോയെങ്കിലോ,
അപ്പോൾ ബാക്കിയുള്ള സമയത്തും ഞാൻ ജോലി അന്വേഷിച്ച് നടക്കും. ശരി ശരി. അങ്ങനെ നടന്ന് ദവാർ സമക്ക്, അതായത് ഫിഷ് റൗണ്ട് അബൌട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, നിലവിൽ സലാഹുദ്ദീൻ മെട്രോ യൂണിയൻ മെട്രോ സ്റ്റേഷൻ്റെ ഒക്കെ അടുത്ത് വരുന്ന സ്ഥലം. അന്നൊരു ബ്ലാങ്ക് ആയിട്ട് കിടക്കായിരുന്നു. ഒരു റൗണ്ട് അബൌട്ട് അതിൽ ചെറുതുണ്ട്, അതിലൊരു മീനിൻ്റെ രൂപമായിട്ട് അതിൽ കൂടെ ഫൗണ്ടൻ പോലെ ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് 2 നില ഉള്ള ഒരു കെട്ടിടം, അതിൽ താഴെ ഒരു ചെറിയ ഷോപ്പുകൾ, മുകളിൽ താമസിക്കുന്നു. ആ ഡോക്ടർ ദക്തൂർ അഹമ്മദ് റഹഫത്ത് അൽ മഹറൂസ്, ഈജിപ്ഷ്യൻ ഡോക്ടറാണ്. അദ്ദേഹം കുവൈറ്റ് ഹോസ്പിറ്റൽ, ദുബൈയിലുള്ള കുവൈത്ത് ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്നു. അന്ന് ഈ 2 കാര്യം കുവൈത്ത് ദുബൈയിൽ സഹായിച്ചിട്ടുണ്ട്. ഒന്ന് വിദ്യാഭ്യാസവും ഒന്ന് ആരോഗ്യവും. അത് കുവൈത്താണ് സഹായിക്കുക. അപ്പോൾ സ്കൂളുകളും കുവൈറ്റിൻ്റെ ആയിരുന്നു. അതേപോലെ ആരോഗ്യ മേഖലയിലും ഫസ്റ്റ് വന്നിരുന്നത് കുവൈറ്റ് ഗവൺമെൻറ്റിനാണ്. അങ്ങനെ അവിടെ എനിക്കൊരു ജോലി കിട്ടി. 1 വയസ്സുള്ള കുട്ടിയെ എടുത്തുകൊണ്ട് നടക്കുക, ഹൗസ് ബോയ് ആയിട്ട്. അതാണ് ആദ്യം ഫസ്റ്റ് ജോലി. ഗൾഫിൽ പോയിട്ടില്ല, ദുബായിൽ പോയിട്ട് കിട്ടുന്ന ആദ്യത്തെ ജോലി. എൻ്റെ ശമ്പളം ഒരു മാസം 100 ഖത്തർ ദുബായ് റിയാൽ, 100 ദിർഹം ഒരു മാസത്തേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 250-300 രൂപയുടെ താഴെ ഭക്ഷണമുണ്ട് അവിടെ. അപ്പോൾ ഈ കുട്ടി എടുത്തോട്ട് നടക്കുക. ഇവർ മാർക്കറ്റിൽ പോയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ കാറിൻ്റെ ബാക്കിൽ കൊണ്ടുവന്ന് വെക്കുക, എപ്പോഴെങ്കിലും ഒന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കുക, ഇതൊക്കെ ആയിരിക്കും ഇപ്പോൾ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ 50 ദിർഹംസ് കൂടുതൽ തരാം. പക്ഷെ എനിക്കറിയില്ല, 50 ദിർഹംസ് അല്ല 50 കൂടിയാറ്, എനിക്കറിയില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ വിഷമായി. കാരണം ജ്യേഷ്ഠന്മാരെ കാണാണ്ട് നിൽക്കാൻ പറ്റാണ്ടായി, ജ്യേഷ്ഠനും ബന്ധക്കാരൊക്കെ. അതെ. അപ്പോൾ അവർ താമസിക്കുന്നത് ഇപ്പോഴത്തെ ആ ടണലുണ്ടല്ലോ, ചന്തക ടണൽ, മാർക്കറ്റിൽ നിന്ന് വരുന്ന. അതെ, അന്ന് ടണലൊന്നുമില്ല. അതിൻ്റെ അപ്പുറമുള്ള പ്ലാസ സിനിമ പിന്നീട് വന്നു, ആ ഭാഗത്താണ് അവർ താമസിക്കുന്നത്. അവിടെ ഷെയ്ഖ് മക്തൂമിൻ്റെ വൈഫ് ഹൗസ് ഉണ്ട്, അവരുടെ പഴയ വീടൊക്കെ ഇരിക്കുന്ന ഭാഗം. നമ്മൾ അവിടെ കടന്ന് അപ്പുറത്തേക്ക് പോകും. അവിടെ ഒരു മോഡൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, അത് ഷെയ്ഖ് റാഷിദിൻ്റെ ബിൽഡിംഗാണ്, ഷെയ്ഖ് റാഷിദിൻ്റെ ബിൽഡിംഗ്. അതിനടുത്താണ്. അങ്ങനെ എനിക്കവിടെ പോകാതെ, എനിക്ക് ഹോം സിക്നെസ് അല്ല, ഇവരുടെ അടുത്ത് പോകാത്ത വിഷമമുള്ളൂ, നാട്ടിലായിട്ടുള്ള ഒരു ആളല്ല. അങ്ങനെ ഇദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ വ്യാഴാഴ്ച ഒരു വൈകിട്ട് ലീവ് കിട്ടും, വെള്ളിയാഴ്ച വന്നാൽ മതി. അങ്ങനെ ആക്കിയിട്ട് എന്നെ കൊണ്ടുവന്ന് അബ്രയിൽ കൊണ്ടിറക്കും. കിടക്കും. അപ്പം ഞാൻ വളരെ ഇന്നത്തെക്കാളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ഷീണം കൂടുതലുള്ള സമയമായിരുന്നു. അപ്പോൾ മരം കോച്ചത് തണുപ്പ. പുലർച്ചെ വേണം എൻ്റെ രണ്ടാമത് ജോലിക്ക് വരാനായിട്ട്. അപ്പം 3 ദിർഹംസാണ് സ്വെറ്ററിന്. ഒരു സ്വെറ്റർ വാങ്ങാൻ പറ്റും. അതിൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഷർട്ടും തിരിച്ചിടും, തണുപ്പ് സഹിക്കാൻ പറ്റാണ്ടായി. അതായത് ആദ്യത്തെ ശമ്പളം കിട്ടിയിട്ടില്ല, ഫസ്റ്റ് അതിൻ്റെ മുന്നത്തെ സമയമാണത്. അതെ. അപ്പോൾ ജ്യേഷ്ഠനും മറ്റൊക്കെ സഹായിക്കാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ ഒരാളെയും ഡിപ്പെൻഡ് ആവണ്ട എന്നുള്ളൊരു ഇതിൽ അങ്ങനെ 2-3 പ്രാവശ്യം പോകുമ്പോൾ എൻ്റെ അന്നുണ്ടായിരുന്ന ഒരു ട്രിക്കാണ്. അതിപ്പോൾ എല്ലാവരും അതങ്ങനെ ടെസ്റ്റ് നടത്തണമെന്നില്ല. നമ്മളെ പിടിക്കുമെന്ന് കാണുന്ന പോലീസുകാരോട് ചെന്നിട്ട് ആ സംഭവം ചോദിക്കുമ്പോൾ അത് നല്ലതാണ്. ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സൈഡിലൊക്കെ പോലീസ് ഉണ്ടാവും, ദുബായ് പോലീസ് രാത്രി. അപ്പോൾ അവരെ അടുത്ത് ചെന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ്, എൻ്റെ കയ്യിൽ ഇങ്ങനെ പാസ്പോർട്ടും വിസയൊന്നുമില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ എടുത്ത വഴിക്ക് അവർ ഇങ്ങോട്ട് പറഞ്ഞു തരും. എന്തായാലും വെച്ചാൽ ഒരു ഇൻസ്പെക്ഷനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിടിച്ചിട്ടാണ് ചോദിക്കുന്നത്, നമ്മൾ പിടിച്ച് ജയിലിടും. ശരി, അതിൻ്റെ മുന്നേ നമ്മൾ ചോദിക്കുകയാണ്, ട്രിക്കാണത്. അപ്പോൾ അവരെടുത്ത വഴിക്ക് അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ മതി, ഇങ്ങനെ ഏതെങ്കിലും ഒരു ലെറ്റർ പേഡിൽ നിങ്ങൾ അറിയുമെന്നും പറഞ്ഞ് ലെറ്റർ അടിച്ചിട്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ 2 ഫോട്ടോയും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബത്താക കിട്ടും. അങ്ങനെ ഞാനതുണ്ടാക്കി. അപ്പോൾ ഈ തരുന്ന ഹോട്ടലുകാരൻ എന്നെ അറിയും കൂടിയിട്ടാവില്ല, അവർക്ക് കാശ് കൊടുത്താൽ വേണ്ട, ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷെ അവിടുന്ന് ഭക്ഷണം കഴിക്കണ്ടല്ലോ, സ്ഥിരമായിട്ട് ഭക്ഷണം. അപ്പോൾ അതുകൊണ്ട് കൊടുക്കുമ്പോൾ നായിഫ് പോലീസ് സ്റ്റേഷൻ അത് കിട്ടുക. അന്ന് നായിഫ് പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ തന്നെയായിരുന്നു അന്ന് കോടതിയും. അപ്പോൾ അതും അങ്ങനെയാണ് ഞാൻ പിന്നെ ഇവിടെ ഒരു 15 ദിവസം ജോലി ചെയ്തപ്പോൾ ഞാൻ മടുത്തു ഈ വീട്ടിൽ. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ പോവാണ്, എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ ഞാൻ വീണ്ടും ജോലി അന്വേഷിച്ചു, അവിടുന്ന് ഇറങ്ങി. അതുവരെ കാശൊക്കെ തന്നു.
എനിക്ക് ഇന്ന് വരെ എവിടെ ജോലി ചെയ്തിട്ടും പൈസ കിട്ടാതിരുന്നിട്ടില്ല. ഇല്ലേ? ഒരു സ്ഥലത്ത് ഒഴിച്ചിട്ട് മാത്രമേ എന്നെ അവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി മുഴുവൻ ഞാൻ വേണം വെക്കുന്നതാണ്. ശരി ശരി. അങ്ങനെ ഞാൻ എന്നിട്ട് അവിടെ നിന്ന് നേരെ ഗൾഫ് എറ്റർനിറ്റ് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട് ഇവിടെ ദുബായിൽ, ക്ലോക്ക് ടവറിനടുത്ത്. അവിടെ ഓഫീസ് ബോയ് ആയിട്ട് ജോലി കിട്ടി. ഓക്കെ, ഹൗസ് ബോയിൽ നിന്ന് ഓഫീസ് ബോയിലേക്ക് പ്രൊമോഷനായി. അപ്പോൾ ഫയൽ എടുത്ത് കൊടുക്കൽ, അല്ലെങ്കിൽ അവർക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കൊടുക്കൽ, അങ്ങനെയുള്ള ഒരു കുറച്ചും കൂടി ഒരു ചെറിയ മാറ്റം വന്നു. വെള്ളിയാഴ്ചയാണെങ്കിൽ ഉച്ചരിഞ്ഞിട്ട് ഓഫ്, അങ്ങനെയൊക്കെ ഒരു ഒഫീഷ്യൽ സിസ്റ്റമായി. എയർപോർട്ടിനടുത്താണത്. അത് എനിക്ക് ശമ്പളവും കൂടുതലായി, 200 രൂപയായി. നേരത്തെ 100 പറഞ്ഞത് 200. അവിടെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്തും ഞാൻ ജോലി അന്വേഷിക്കുകയാണ് വേറെ. അപ്പോഴും നമ്മൾ സംതൃപ്തനല്ല അതിലൊന്നും. അതല്ലായിരുന്നു നമ്മളുടെ ലക്ഷ്യം. നല്ലത് നോക്കിയിട്ട് വേണ്ടെന്ന് വയ്ക്കല്ല. അങ്ങനെ നിൽക്കുമ്പോൾ 1 മാസം ഞാൻ അവിടെ ജോലി ചെയ്തുള്ളൂ. 1 മാസം അവർ ഞാൻ ജോലി വേണ്ട എന്നും പറഞ്ഞിട്ട്, ഞാൻ വേണ്ടതെന്നെ പറഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ട് കുറച്ച് ജോലികൾ ഞാനിങ്ങനെ ലീവ് വേക്കൻസി ഒക്കെ ചെയ്തുകൊണ്ട് നടക്കണം. അപ്പോഴും ഒരു സ്ഥിരമായിട്ടുള്ളൊരു ലാവണം എനിക്ക് കിട്ടിയിട്ടില്ല. ശരി ശരി. കുറേ നടന്നു കഴിഞ്ഞപ്പോൾ ആണ് അലി ബിൻ ഫർദാൻ എന്ന് പറയുന്ന ഒരു അറബിക്ക് അവിടെ ഒരു ഷോപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ മെയിൻ ബിസിനസ് മുത്ത് വാങ്ങി വിൽക്കലാണ്. ആൾ ആക്ച്വലി ഫ്രം ബഹ്റൈൻ. ഓക്കെ, ബഹ്റൈനിൽ നിന്ന് മുത്ത് വാങ്ങിയിട്ട് ഇവിടെ സെയിൽ ചെയ്യുന്നു. അല്ല, ആൾ ബഹ്റൈനിയാണ്, സെറ്റിലായി, ദുബായിൽ വന്നിട്ട് സെറ്റിലായി. അവിടെയാണ് എൻ്റെ ജ്യേഷ്ഠൻ ജോലി ചെയ്തത്. ജ്യേഷ്ഠൻ ജോലിക്ക് നിൽക്കുന്ന സ്ഥാപനം തന്നെയാണ്. ആ സ്ഥാപനമാണ്. അപ്പോൾ ജ്യേഷ്ഠൻ അന്ന് TRന് പകരമായിട്ട് അവിടെ അന്നത്തെ കാലത്ത് ഔട്ട് പാസ് എന്ന് പറഞ്ഞ എംബസി കൊടുത്തിരുന്നു. അന്ന് എംബസി ഒമാനിലാണ്, മസ്കത്തിലാണ്. ഓക്കെ, UAE എംബസി ഇല്ല, ഇന്ത്യക്ക് എംബസി ഇല്ല. UAE ആയിട്ടല്ലോ, അതെ അതെ, വരുന്നേ ഉള്ളൂ. ശരിയാ. എംബസി ഉള്ളത് മസ്കത്തിൽ. അന്ന് ഒമാൻ അല്ലട്ട പേര്, പിന്നീടാണ് സുൽത്താനേറ്റ് ഓഫ് ഒമാൻ ആയത്. അന്ന് മസ്കത്തിലാണ് എംബസി. ഇപ്പോഴത്തെ മലയാളിയുടെ എന്ത് കാര്യത്തിലും അവിടെ വേണം. ദുബായിൽ കോൺസുലേറ്റ് ഉണ്ട്. അങ്ങനെ അന്ന് ഔട്ട് പാസ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. തിരിച്ചു വരാൻ ഔട്ട് പാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് അവർക്ക് കപ്പലിനോ ഫ്ലൈറ്റിനോ തിരിച്ച് നാട്ടിലേക്ക് വരാം. പിന്നെ ഔട്ട് പാസ് ഉപയോഗിക്കാൻ പറ്റില്ല, കഴിഞ്ഞു. അതുകൊണ്ട് വൺസ് എ ടൈം. പണ്ട് ഹജ്ജിന് അങ്ങനത്തെ തന്നെ പാസ്പോർട്ട് ഉണ്ടായിരുന്നു, ഹജ്ജ് പാസ്പോർട്ട് പോലെ. അതിലാണ് ജ്യേഷ്ഠൻ തിരിച്ചു വരുന്നത്. ജ്യേഷ്ഠൻ തിരിച്ചു പോരാണ്. അപ്പോൾ അതിന് പകരം എന്നെ ആക്കി അവിടെ. ജ്യേഷ്ഠന് പകരം എന്നെ അവിടെ ശരി ജോലിക്കാക്കി. അത് ഞാനും ജ്യേഷ്ഠനും കൂടെ ഒരു 20 ദിവസത്തോളം ഒന്നിച്ച് ജോലി ചെയ്തു. ഓക്കെ. ജ്യേഷ്ഠൻ പോരുമ്പോൾ ആ ജ്യേഷ്ഠൻ ജോലി ചെയ്ത് ശമ്പളമൊക്കെ വാങ്ങിയിട്ട് പോന്നു. പിന്നെ കുറേ ചെറിയ കടങ്ങൾ വന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ അന്നും ഇന്നുമുള്ള എൻ്റെ പ്രാർത്ഥന, 2 പ്രാർത്ഥനയിൽ, ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിൽ ഒന്ന് കടക്കാരനായിട്ട് മരിക്കരുതെന്നും, 2 പിന്നെ അഥവാ കടക്കാരനായിട്ട് മരിക്കേണ്ടി വന്നാൽ വല്ല ഭക്ഷണം കഴിച്ചതിൻ്റെ കടക്കാരനാവരുന്നതിൽ ആഗ്രഹിച്ചിട്ട്. അങ്ങനെ ജ്യേഷ്ഠനെ അവിടെ നിന്ന് തിരിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, ആർക്കെങ്കിലും ഒരാളുടെ പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ 20 ദിവസത്തെ കാശ് ഇല്ല, കാരണം ജ്യേഷ്ഠന് കൊടുത്തല്ലോ, അല്ലാണ്ട് 2 ആൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാനാണെങ്കിൽ ആകെ വിഷമിച്ചു. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, കുറേ കടങ്ങൾ, ഹോട്ടലിൽ. ജ്യേഷ്ഠൻ പോരുമ്പോൾ ജ്യേഷ്ഠന് അറിയില്ല നിങ്ങളുടെ കയ്യിൽ കാശില്ല എന്നുള്ള കാര്യം? അല്ല, അത് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അത് എങ്ങനെയും നോക്കിക്കോളും എന്ന് വിചാരിച്ചിട്ടുണ്ടാവണം. ശരി ശരി. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 20 വയസ്സ്, 2 വർഷം 20 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ആകെ വിഷമിച്ചു. അപ്പോൾ ഈ ഷോപ്പ്, അതിലാണ് മുത്തുകൾ വാങ്ങുന്നു, വിൽക്കുന്നു, അതിൻ്റെ എക്സ്പോർട്ടും ഒക്കെ ആയിട്ട് ഇപ്പം നല്ല വരുമാനമൊക്കെ ഉണ്ട്. അതുകൂടാതെ ആ ഒരു മെയിൻ ഒരാൾ കണ്ടാൽ അതല്ല അവിടെ നടക്കുന്ന സംഭവം, സ്പെയർ പാർട്സാണ്, ബെൻസ് വണ്ടിയുടെ പാർട്സ്. അതാണ് ശരിക്കും കച്ചവടം. അതിൻ്റെ കൂടെ ഇവർ താഴ്ത്തിരുന്നിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ വന്നിരുന്ന ഒരാളുടെ പേരാണ് മെഹദി അൽ താജിർ. ആളും ബഹ്റൈൻ തന്നെയാണ്. അപ്പോൾ ഇവർ തമ്മിൽ അവിടെ പരിചയമുള്ള ആൾക്കാരാണ്, ഒരേ നാട്ടുകാരാണല്ലോ. അദ്ദേഹം ഇവിടെ വരാൻ തന്നെ കാരണം, ദുബായിലും കുവൈത്തിലും പോയി എല്ലാ നാടുകളിലും ഒരു നിയമം പണ്ടുണ്ട്. ബോട്ടിനാവട്ടെ എങ്ങനെയെങ്കിലും ആവട്ടെ, ആ പോർട്ട്, അന്ന് പോർട്ട് ഇല്ലെങ്കിൽ തന്നെ ആ ഭാഗത്ത് വന്നാൽ എത്ര ആൾ ഇറങ്ങിയോ അത്ര ആൾ തിരിച്ചു പോയാൽ മതി, കപ്പലിനാണെങ്കിലും.
ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു മീൻപിടുത്ത ബോട്ട് ഇറാനിൽ നിന്ന് വരികയാണെങ്കിൽ വെള്ളം കൊണ്ടുവന്ന് ഇറാനിൽ നിന്ന് വെള്ളം കൊണ്ടുവരും, എന്നിട്ട് വിറ്റിരുന്നു. അപ്പോൾ എത്ര ആൾ ആ ബോട്ടിന് വന്ന് ഇറങ്ങിയിട്ടുണ്ടോ അത്ര ആൾ തിരിച്ചു പോകണം. അത്ര ആൾ, ആ സെയിം ആൾക്കാർ പോകണമെന്നില്ല. ഓക്കെ, ആ നമ്പർ ഓഫ് ആളുകൾ മാത്രം, നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് മാത്രമേ പോകണ്ടോ. അതിനൊരു മാറ്റം വരുത്തിയത് കുവൈത്താണ്. പിന്നീടാണ് ഈ ദുബൈത്തെ ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂം ബഹ്റൈനിലെ ഷെയ്ഖിന് ഒരു കത്തയക്കുകയാണ്, ഞങ്ങൾക്ക് ഇവിടെ ഒരാളെ വേണം ഇതുമാതിരി കണക്കുകളൊക്കെ എഴുതാൻ. അങ്ങനെയാണ് ഈ മെഹദി താജർ ദുബൈയിലോട്ട് വരുന്നത്. ആ മെഹദി താജറാണ് അവിടെ നിന്ന് QDR ഉണ്ടാക്കാനുള്ള മുൻകൈ എടുത്തത്. അതേപോലെ ഈ ഫ്ലാഗ് ഷെയ്ഖ് സായദിന് കൊടുക്കുമ്പോൾ പുള്ളിയായിരുന്നു ഉണ്ടായിരുന്നത്. 1971 ഡിസംബർ 2-ാം തീയതി. അൽഹംദുലില്ലാ എന്ന് പറയാം, അത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി രാഷ്ട്രം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജുബൈറയിൽ വെച്ചിട്ട്. പക്ഷെ അത് അന്ന് കാണാൻ വേണ്ടി പോകുമ്പോഴും ഇതുമാതിരി ഒരു സംഭവമാവും, ഇതുമാതിരി ഇരിക്കുക, അത് ആലോചിക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് പോണതല്ല. എല്ലാവരും പോകുന്നു, ഞാനും പോയി. പക്ഷെ അത് വളരെ കുറവ് ആൾക്കാരെ അന്നൊന്നും ഇങ്ങനെ ഷെയ്ഖുമാരുടെ അടുത്തേക്ക് പോകാനുള്ള ഒരു ബാൻ ചെയ്യലോ അങ്ങോട്ട് വരാൻ പാടില്ല, അല്ലെങ്കിൽ പോലീസ് സെക്യൂരിറ്റി അതൊന്നും അന്നില്ല. ആർക്കും പോകാം. ഈ അജ്മാലിലെ ഷെയ്ഖ് പോലും വെറും റോഡ് സൈഡിൽ ഇരുന്നിട്ട് ആൾക്കാരോട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഞങ്ങളുണ്ട്. പിന്നീടാണ് അതിന് ഓരോ നിയമങ്ങളും സെക്യൂരിറ്റി ഗാർഡുകളൊക്കെ വന്നിട്ടുള്ളത്. ഈ ഷെയ്ഖ് സായദ് അടക്കം വണ്ടി ഓടിച്ചോ മാർക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇറങ്ങി നടക്കുന്നത് കാണാറുണ്ട് ആദ്യമൊക്കെ. അങ്ങനെ ഹോട്ടലിൽ ഭക്ഷണത്തിന് ഒരുപാട് വിഷമം വന്നു, വിശപ്പുണ്ട്. അപ്പം ഞാൻ 4 അട കൊടുത്താൽ ഒരു കോള കിട്ടും. 2 അണ കൊടുത്താൽ, 2 അണ എന്ന് ഞാൻ പറയുന്നത് അറബികൾ പോലും അണ എന്നാണ് പറയുക, ഇന്ത്യൻ്റെ അണയല്ല, അത് അണ എന്നാണ് പറയുക. 10 ഫിൽസും 25 ഫിൽസും ഞാൻ പറയുമ്പോൾ അങ്ങനെ ആണെന്ന് പറയും. 2 അണ കൊടുത്തു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ് ഒരു പാക്കറ്റ് കിട്ടും. ഇത് രണ്ടും കഴിക്കുകയാണ് ഞാൻ ചെയ്യുള്ളൂ, അല്ലാണ്ട് ചോറിനുള്ള കാശില്ല. അങ്ങനെ ഹോട്ടലിൽ കുറച്ച് കാശ് കൂടുതലായി. അപ്പോൾ അവർക്ക് തരാനൊരു മടി, തരില്ല എന്ന് പറയുന്നില്ല. അങ്ങനെ ഞാൻ ഞങ്ങളുടെ റൂമിലുണ്ടായിരുന്ന ഞങ്ങളെക്കാളും പ്രായമുള്ള ഒരു കുഞ്ഞു മുഹമ്മദ് കാട്ടൂരുള്ള കുഞ്ഞു മുഹമ്മദ് വിവരം പറഞ്ഞു. നാട്ടിൽ അല്ല, ആളവിടെ ഉണ്ട്, അല്ല നാട്ടുകാരനാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഇന്നൊരാൾ അവിടെ ഉണ്ട്, അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾ ഈ ഹോട്ടലുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സാവകാശം കിട്ടും, ഇന്ന് ഭക്ഷണവും കഴിക്കാം. അപ്പോൾ ആ വ്യക്തി ഞങ്ങളെക്കാൾ മുൻപ് പോയ ആളും കുറച്ചൊക്കെ ഒരു നല്ലൊരു പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ഒരാളൊക്കെയാണ്, ഞങ്ങളെക്കാൾ കുറച്ച് പ്രായമുണ്ട്. അങ്ങനെ ഞാനും ഈ കുഞ്ഞു മുഹമ്മദ് കൂടി ആ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ സാധാരണ അന്നൊക്കെ ഒരു ബാച്ചലർ റൂമുകളിൽ ഏറ്റവും കുറഞ്ഞാൽ 6 പേരെയും ഇല്ലാതിരിക്കില്ല. 6 മുതൽ 12, 13 ആൾക്കാർ റൂമിലിട്ടോ. അദ്ദേഹം താമസിക്കുന്ന റൂമിൽ ആകെ 2 പേരുള്ളൂ. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഒരു മരത്തിൻ്റെ തട്ടടിച്ചിട്ടുള്ള ഇതിൻ്റെ മുകളിലായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെ അവിടെ ചെന്ന് അദ്ദേഹം വരുന്നവർ കാത്തുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ അന്ന് ലാൻഡ് ഫോൺ പോലും ഇല്ലാത്ത കാലം. ഞാനൊന്നും സംസാരിക്കുന്നില്ല, കാരണം ഞാൻ സംസാരിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു അബദ്ധം വന്നാൽ ചിലപ്പോൾ ഇദ്ദേഹം സഹായിച്ചില്ലെങ്കിലോ. സഹായമൊക്കെ ആവശ്യമാണ് സമയത്ത്. അപ്പം മറ്റാളാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഷറഫു, അപ്പം എന്നെ ഷറഫു എന്ന് വിളിക്കുക. ഷറഫൂന് ഇങ്ങനെ സംഭവമുണ്ട്, ഒന്ന് പറഞ്ഞാൽ ഹോട്ടലുകാർ കേൾക്കും, ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പം ഞാനിത് എൻ്റെ മറുപടി കേൾക്കാൻ വേണ്ടി കാത്തിക്കുക. അപ്പം അദ്ദേഹം എടുത്ത വഴിക്ക് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ ജമാൽ കേൾക്കും, പക്ഷെ ഞാൻ പറയില്ല. ഞാൻ വീഴാതിരിക്കാനായിട്ട് ഇങ്ങനെ പ്രതീക്ഷയാണ് ഞാൻ തല ഇവിടെ കറങ്ങുന്ന പോലെ ഞാനൊന്നും മുടുന്നില്ല. തൊണ്ട അങ്ങോട്ട് ആകെ വരണ്ടു. ഞാൻ നേരെ താഴേക്ക് ഇറങ്ങി, ഇദ്ദേഹം കൊണ്ട് കൂടെ. അദ്ദേഹം പിന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് കരച്ചിൽ വരുന്നില്ല. ഞാൻ നേരെ വന്നു. അന്ന് പ്ലാസ സിനിമയുടെ നേരെ മുന്നിൽ 2 നിലയുള്ളൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അവിടെയാണ് താമസിക്കുന്നത്. അതിൻ്റെ മുകളിലെ ടെറസിൽ പോയിട്ട് ഞാനിരുന്ന് കരഞ്ഞു. തിരിച്ചു വന്നപ്പോൾ ഒരു കുമാരേട്ടൻ എന്ന് പറഞ്ഞൊരു ചങ്കരംകുളം കുന്നംകുളം അടുത്ത് അദ്ദേഹം എന്നെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, എന്താ നീ കണ്ണാക്കെ ചോന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഇങ്ങനെ വല്ല പ്രാണികൾ കടന്നായിരിക്കും, വിശപ്പിൻ്റെ പ്രാണിയല്ലേ. ചുരുക്കി പറയാം, അദ്ദേഹം എന്നെ നിർബന്ധിച്ചു കൊണ്ടുപോയിട്ട് ഭക്ഷണം വാങ്ങി തന്നു.
ആ പൈസ കടം കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു തീർത്തു. അദ്ദേഹത്തിൻ്റെ പൈസയൊക്കെ ഞാൻ കൊടുത്തു തീർത്തു. അന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് വിശപ്പിനും രക്തത്തിനും ജാതിയോ മതമൊന്നുമില്ല. അതാണ് എനിക്കുണ്ടായ ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം. ആദ്യമായി യു എയിലെത്തി ഒരു ഹൗസ് ബോയ് ആയിട്ട് ആദ്യം തുടങ്ങി, പിന്നീട് ഓഫീസ് ബോയിലേക്ക് മാറ്റി, അങ്ങനെ വിവിധ ജോലികളിലേക്ക് വന്നു. പക്ഷേ അവിടുന്നൊക്കെ ഒരു വലിയ മാറ്റം എന്ന് പറയാവുന്നൊരു മാറ്റം ഉണ്ടായി ജയ്ഫിൽ. അബുദാബിയിൽ അവിടുത്തെ ഷെയ്ഖിൻ്റെ ഓഫീസിലേക്ക് എത്തുന്നു. എന്തായിരുന്നു ആ ഒരു യാത്ര, എങ്ങനെയായിരുന്നു? നേരത്തെ പറഞ്ഞ അലി ബിൻ ഫർദാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ എനിക്ക് വിസയില്ല, പാസ്പോർട്ട് നാട്ടിലുണ്ട്. പാസ്പോർട്ട് കിട്ടി? നാട്ടിൽ കിട്ടി. അപ്പോൾ ജ്യേഷ്ഠനെ ഞാൻ വിസ എടുത്ത് ജ്യേഷ്ഠനെ കൊണ്ടുവന്നു. ഈ അലി ബിൻ ഫർദാനോട് എനിക്കൊരു NOC, അന്ന് NOC ആണ്, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്, വിസ എന്നല്ല പറയാമെന്ന്. അത് എപ്പോൾ ചോദിച്ചാലും ബത്താക്ക ഓൺലി പോലീസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ, അതൊരു ട്രാവൽ ഡോക്യുമെൻ്റ് അല്ല. അപ്പോൾ എത്ര ചോദിച്ചാലും ഇവൻ തരുന്നില്ല. അന്ന് അറബികളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി പോലും വേണ്ട, അറബിയുടെ പേര് മാത്രം എഴുതി കഴിഞ്ഞാൽ NOC കിട്ടും. ആ NOC കിട്ടാനായിട്ട് നമ്മുടെ ഫോട്ടോ വേണ്ട, നമ്മുടെ പാസ്പോർട്ട് വേണ്ട, പാസ്പോർട്ടിൻ്റെ നമ്പറും ഡീറ്റെയിലും വേണ്ടു. അങ്ങനത്തെ കാലമാണ്. നമ്പർ അത് മാത്രമേ വേണ്ടൂ, നമ്മുടെ ഫോട്ടോ വേണ്ട. പക്ഷെ ഇവൻ തരില്ല. അങ്ങനെ 2 വർഷത്തോളമായി അവിടെ ജോലി ചെയ്യാൻ. 2 വർഷമായിട്ടും അല്ല, അവിടെ ഗൾഫിൽ നിന്നിട്ട് 2 വർഷമായിട്ടും എനിക്ക് വിസ കിട്ടുന്നില്ല, NOC കിട്ടുന്നില്ല. എനിക്ക് നാട്ടിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്, ഇതില്ലാതെ വരാൻ പറ്റില്ല. പക്ഷെ അത് വേറെ മോഡലാണല്ലോ, വീണ്ടും കള്ളത്തോണിക്ക് വരണ്ടേ, പിന്നെ അങ്ങനെ തന്നെ പോവും വേണം. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ടേണിംഗ് പോയിൻ്റ് ആയത് ഈ അലി ബിൻ ഫർദാൻ എന്നോട് പറഞ്ഞു, ഈദ് മുഹമ്മദ് മുദിയ എന്ന് പറയുന്ന ഒരു അറബി ബെൻസ് വണ്ടിയുടെ ഷോക്ക് അബ്സോർവ് വാങ്ങാൻ വേണ്ടി വരും. അപ്പം അന്ന് അറബികൾ അധികം ഉപയോഗിച്ചിരുന്ന വണ്ടികൾ അമേരിക്കൻ കാഡിലാക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വണ്ടികളാണ് അധികം ഉപയോഗിക്കുന്നത്, ബെൻസ്. നീ ഒരു നിലയ്ക്കും വില കുറച്ച് കൊടുക്കണ്ട, ഇതാണ് ഇവൻ പറഞ്ഞതിനോട്. ഓക്കെ, ഈ പറഞ്ഞ പോലെ തന്നെ അലി ബിൻ ഫർദാൻ്റെ കടയിലേക്ക് ഈദ് മുഹമ്മദ് മുദിയ വന്നിട്ട് വില ചോദിച്ചു. എനിക്കറിയാവുന്ന ഇംഗ്ലീഷും അറബിയും ഹിന്ദിയും ഒക്കെ കൂടി കച്ചവടം നടത്തി. അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. എൻ്റെ അത്ര വലിയ ഫ്ലുവൻ്റായിട്ട് ഭാഷകൾ സംസാരിക്കാൻ കഴിവുള്ള ഒരാളല്ല ഞാൻ, എങ്കിൽ പോലും ഇവനൊരു ബിസിനസ്സിൽ പറ്റുമല്ലോ എന്ന് അവർ തോന്നി. അവനും അവരുടെ ബിൽഡിംഗ് മെറ്റീരിയൽസും പ്ലംബിംഗ് ഐറ്റംസൊക്കെ വിൽക്കുന്ന ഷോപ്പാണ്. അവൻ എന്നോട് എടുത്ത വഴിക്ക് ചോദിച്ചു, നിനക്ക് എൻ്റെ ഷോപ്പിൽ ജോലി വേണോ? അപ്പോൾ സാധാരണ ഒരു മലയാളിയാണെങ്കിൽ എന്താ പറയുക, ഓക്കെ എന്നല്ലേ പറയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിനക്ക് ഇവിടെ 250 ദിർഹംസാണ് ശമ്പളം, അത് ഞാൻ നിനക്ക് 270 തരാം. അപ്പോൾ 20 ദിർഹംസ് കൂടാന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു സന്തോഷമാണല്ലോ. തന്നെയല്ല NOC തരാമെന്നും പറഞ്ഞു. ഞാൻ എടുത്ത വഴിക്ക് പറഞ്ഞു, ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു, അവൻ്റെ അനുവാദമോ അല്ലെങ്കിൽ അനുവാദം വേണ്ടാന്ന് എനിക്കറിയാം, പക്ഷെ അവരോട് പറയാതെ ഞാൻ വരുന്നത് ശരിയല്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ അവൻ്റെ ഒരാളാക്കി കൊടുത്തിട്ട് ഞാൻ വരാം. അത് കേട്ടപ്പോൾ അവൻ എന്നോട് ഇഷ്ടം കൂടി. അങ്ങനെയാണല്ലോ വേണ്ടതെന്നുള്ള നിലയ്ക്ക്. അങ്ങനെ ഞാൻ അലിയോട് ഞാൻ വീണ്ടും ചോദിച്ചു, എനിക്കൊരു NOC തായോ? അവൻ തരുന്നില്ല. അപ്പം ഞാൻ പോവുകയാണ്, പോയിക്കോളാൻ പറഞ്ഞു. അന്നൊക്കെ അങ്ങനെയാണല്ലോ, ലേബർ ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും അന്നില്ല. ഞാൻ അവൻ്റെ അടുത്ത് പോയി ജോലി ചെയ്തിട്ട് 2 മാസമായിട്ടില്ല ഇവൻ എന്നെ വിളിച്ച്, നിനക്ക് പിന്നെ ഒരു 20 ദിർഹംസും കൂടി 290 തരാം, NOCയും തരാം. അപ്പം ഇവൻ തന്നെ മറ്റൊരാളോട് വിളിച്ച് പറഞ്ഞു, ഷെറീഫിനോട് പറഞ്ഞയക്കണം. അങ്ങനെ പറഞ്ഞയച്ചു. അതിനിടയിൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ വിസ ഞാൻ അജ്മാനിൽ നിന്ന് ശരിയാക്കി. അങ്ങനെ ജ്യേഷ്ഠൻ വന്നു കപ്പലിൽ, എനിക്കിവിടെ NOC കിട്ടി. ആ ജ്യേഷ്ഠനെ തന്നെ ഞാൻ വീണ്ടും നാട്ടിലേക്ക് പറഞ്ഞയച്ചു എൻ്റെ പാസ്പോർട്ട് കൊണ്ടുവരാനായിട്ട്. വരുമ്പോൾ പാസ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു? ഇല്ല. അങ്ങനെ ജ്യേഷ്ഠൻ പാസ്പോർട്ട് കൊണ്ടുവന്നു. ഞാൻ ഈ NOC വാങ്ങി ബഹ്റൈനിൽ പോയിട്ട് വിസ അടിച്ച് തിരിച്ച് ഇവിടെ വന്നു. ഏകദേശം 5-6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോകും, കപ്പലിന് പോകും. അപ്പോൾ ഒരു 3 വർഷത്തോളമൊക്കെ ആയി. ഏകദേശം 2.5 വർഷം 2.25 വർഷത്തോളമായിട്ട് ഏകദേശം. ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ തിരിച്ച് വീണ്ടും കപ്പലിൽ തന്നെ തിരിച്ചു പോയി. അന്നും ഈ ഉരുവല്ല, അപ്പോൾ മാറി കപ്പലാണ്. ടിക്കറ്റൊക്കെ എടുത്തിട്ട് പോന്നു. അവിടെ ചെന്നിട്ട് ഞാൻ ദുബായിൽ നിന്ന് എനിക്ക് ജ്യേഷ്ഠനോട് ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും ഇനി ദുബായിൽ നിൽക്കുന്നില്ല, ഞാൻ അബുദാബിക്ക് പോവുകയാണ്. ദുബായിന് വേണ്ട.
അപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്തോ, നീ പൊയ്ക്കോ, അവിടെ ടോക്കിയോ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയാൽ മലയാളികളുണ്ടാവും. ഇതാണ് ജ്യേഷ്ഠൻ പറഞ്ഞ വാചകം. അങ്ങനെ ടാക്സിയിൽ ദുബായിൽ ചെന്നു, അബുദാബിയിലേക്ക് എത്തിയിട്ട് ഞാൻ ടോക്കിയോ മാർക്കറ്റിൽ ചെന്നു. MK സ്റ്റോഴ്സ്, അവിടെയാണ് ഞാൻ ആദ്യം പോണത്. ഓക്കെ, അവിടെയാണ് മലയാളി ഒരാൾ. അത് എൻ്റെ മാമയായിരുന്നു, MK അബ്ദുള്ള. ശരി ശരി. യൂസുഫലിയുടെ ഇളാപ്പ. അവിടെ ഞാൻ ചെന്ന് വിവരം പറഞ്ഞു. അദ്ദേഹം എന്നെയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ മദീന സായദിലുള്ള റൂമുകൾ, അവിടെയാണ് യൂസുഫ് അലി, അദ്ദേഹം, ഞങ്ങളൊക്കെ അവിടെ കൂടി. അപ്പോഴും ഞാൻ ഇവരാരെയും നേരത്തെ പറഞ്ഞ പോലെ ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത്, ആരും ഞാൻ ശല്യമാവരുത് എന്നുള്ള നിലയ്ക്ക് വീണ്ടും ജോലി അന്വേഷിച്ച് നടക്കുകയാണ്. ജോലി അന്വേഷിച്ച് നടന്നു. റാഷീദ് ആൻഡ് ഖാനിം അൽ ഹാമലി എന്ന് പറയുന്ന ഒരു അറബികളുടെ മദീന സായദിലുള്ള മൻഹൽ പാലസിന് മുമ്പിൽ ഒരു ട്രാൻസ്പോർട്ട് ആൻഡ് കോൺട്രാക്റ്റിംഗ് കമ്പനി. അപ്പോൾ അന്നൊക്കെ ബിൽഡിങ്ങുകൾ വന്നു തുടങ്ങി. അത് ഏകദേശം ഒരു 72-ലാണ്. അപ്പോൾ ബിൽഡിങ്ങുകളൊക്കെ വന്ന് തുടങ്ങി, റോഡുകളൊക്കെ വൈഡായി തുടങ്ങി. UAE ഒക്കെ കഴിഞ്ഞു. UAE ചെക്ക് പോസ്റ്റിൽ കൂടെ ഇങ്ങനെ ആൾക്കാർക്ക് പോകാമെന്നുള്ളതൊക്കെ ആയി തുടങ്ങി. അങ്ങനെ ആ ചെക്ക് പോസ്റ്റ് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ UAE ഒക്കെ ആയി നിൽക്കുമ്പോൾ അവിടെ ഒരു ലീവ് വേക്കൻസി തിരഞ്ഞെടുത്തു. ഒരു സ്പെയർ പാർട്സ് ഷോപ്പ് 72 അൽഹാമലി കമ്പനി. അവിടെ ഞാൻ ജോലി ചെയ്തു. ഒരു മാസത്തെ ലീവ് വേക്കൻസിയാണ്. അപ്പോൾ ഞാനൊരു വണ്ടി വാങ്ങി, സാധാരണ സൈക്കിള്. അതാണ് ഈ മണലിൽ കൂടെ പോണത് വരുന്നതും. താമസിച്ചിരുന്നത് ദായിറത്തുൽ ബിയ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ജോലിക്ക് ലീവ് വേക്കൻസിക്ക് ഈ ലീവിന് പോയ ആൾ മടങ്ങി വന്നിട്ടും എന്നോട് തന്നെ പറഞ്ഞു. ഓക്കെ, ലീവ് വേക്കൻസിന്ന് പെർമനന്റിലേക്ക് മാറി. പെർമനന്റ്. അപ്പോൾ അവർക്ക് എന്നെ വേണം. അപ്പോഴും ഞാൻ കുറച്ചൊക്കെ അറബി എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചു തുടങ്ങി. കുറച്ച് ടൈപ്പൊക്കെ എനിക്ക് അറിയാൻ പഠിച്ചു തുടങ്ങി അറബി. അങ്ങനെ നിൽക്കുമ്പോൾ അപ്പോഴും ഞാൻ വേറെ ജോലിയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കേട്ടു ഒരു യമനിൽ നിന്നും ഒരു യമനി വന്നിട്ട്, അഹമ്മദ് സയ്യിദ് അദ്ദാഹിമ, അദ്ദേഹം ഒരു കമ്പനി പോലെ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഷോപ്പ് തുടങ്ങുന്നുണ്ട്, അതിൽ ആൾക്കാരെ നോക്കുന്നുണ്ട്, ഒന്ന് ട്രൈ ചെയ്തോളെന്ന് ചോദിച്ചു. അന്ന് ഞാൻ അവിടെ ചെന്നു, അവനായിട്ട് കണ്ടു. അവൻ എന്നോടൊരു ഇൻ്റർവ്യൂ മാതിരി, പ്ലൈവുഡിന് ഇത്ര വീതിയും ഇത്ര നീളമുണ്ടെങ്കിൽ അത് എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്നാണ് ആദ്യം അവനോട് ചോദിച്ചത്. ഞാനാണെങ്കിൽ കണക്കിൽ നല്ല എക്സ്പെർട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് മറുപടി കൊടുത്തു. അപ്പോൾ അതൊരു വലിയ ഇഷ്ടമായി. അപ്പോൾ അന്ന് എൻ്റെ ഒരു മോട്ടോർ സൈക്കിളിന് ലൈസൻസ് ഉണ്ട്, ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കണ്ടപ്പോൾ അവർ കൂടുതൽ ഇഷ്ടമായി. ഞാൻ അവിടെ ജോലി സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ പേരാണ് അദ്ദാഫർ കോൺട്രാക്റ്റിംഗ് ആൻഡ് ട്രേഡിംഗ് കമ്പനി. അദ്ദാഫർ. അവിടെ നിൽക്കുന്ന നേരത്ത് അപ്പോൾ എൻ്റെ ജോലി അധികവും അവിടെ ഇരിക്കണം. ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഷോപ്പാണ്. ക്ലിയറിങ് ആൻഡ് ഫോർവേഡിങ് ഉണ്ട്. സീ പോർട്ട് വരുന്ന സാധനം കൊണ്ട് ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ ഡെയിലിയാണ് പൊന്തിക്കൊണ്ട് എല്ലാ ഭാഗങ്ങളിലും മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകൾ വരിക. അപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർബിളും സിമെൻറ്റും അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും ഷിപ്പുകളും ഇങ്ങനെ പല നാടുകളിലും വരുന്നു. റാസ്രൈമയിൽ നിന്ന് സിമെൻറ്റ് വരുന്നു. അങ്ങനെ അബുദാബി അങ്ങോട്ട് ബൂമായ സമയമായിരുന്നു ഈ 72 മുതൽ 72-73 കാലത്തിലേക്കുള്ള വളർച്ച തുടങ്ങുകയാണ്. റോഡുകളൊക്കെ അങ്ങോട്ട് വൈഡാവുന്നു. ആ സമയത്ത് അവിടെ ഞാൻ ജോലി ചെയ്യുമ്പോഴാണ് 2 സംഭവം ഉണ്ടായത്. അപ്പോൾ 74-ലാണ് എൻ്റെ വിവാഹം കഴിച്ചത്. പിന്നെ നാട്ടിലേക്ക് വന്നതിനിടെ 3 ദിവസം കൊണ്ടാണ് നാട്ടിലേക്ക് ഉപ്പാട് ഒന്ന് വിളിച്ച് ടെലിഫോൺ ചെയ്യാൻ പറ്റിയത്, ട്രങ്ക് ബുക്ക് ചെയ്തിട്ട്. ഓക്കെ, 3 ദിവസം പിടിക്കും. അതായത് 24 hours. അതായത് രാത്രി 12 ബുക്ക് ചെയ്യണത് ഇങ്ങനെയാണ്. ഇപ്പം നമ്മൾ അവരോട് പറയണം ഇന്ത്യയിലേക്കാണെന്ന് പറഞ്ഞാൽ മലയാളി ആയിരിക്കും മിക്കതും. അന്ന് ADTT ആണ്, അബുദാബി ടെലിഫോൺ ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ. അപ്പോൾ അവരോട് അറിവുള്ളവരാണെങ്കിൽ ചോദിക്കാതെ തന്നെ നമ്മൾ പറയുന്നു, ഇല്ലെങ്കിൽ അവരിങ്ങോട്ടേക്ക് കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അപ്പോൾ എവിടേക്കാണ് ഫോൺ, അങ്ങനെയാണ് അന്നത്തെ ഫോൺ വിളികൾ. എവിടേക്കാണ് വിളിക്കേണ്ടത്? അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ എവിടെയാണ്? കേരളത്തിൽ. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുത്താൽ അവരവിടെ എഴുതും. ഉടനെ തന്നെ നമുക്കൊരു നമ്പർ തരും. ആ നമ്പർ ഇങ്ങനെയാണ്, BOM 2417 എന്ന് ആണെന്ന് വിചാരിച്ചോ. BOM മീൻസ് ബോംബെ.
24 എന്ന് പറയുന്നത് അന്നത്തെ ഡേറ്റ്, നമ്മൾ ബുക്ക് ചെയ്ത അന്നത്തെ ഡേറ്റ്. 17 അന്നത്തെ സീരിയൽ നമ്പർ. ഇതാണ് ഇതിൻ്റെ. അപ്പോൾ നമ്മളത് 180 നമ്മൾ ട്രങ്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ് എന്തായെന്ന് അറിയാനായിട്ടുള്ള എൻക്വയറി 181. ലാൻഡ് ഫോണേ ഉള്ളൂ, എല്ലായിടത്തും ഇല്ല, വല്ല ഷോപ്പുകളിലൊക്കെ ഉള്ളൂ ഈ സാധനം. നമ്മളിത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവിടെ നിന്ന് ഉടനെ ഒരു മറുപടി വരും അവരിൽ നിന്ന്. ടെലിഫോൺ കട്ട് ചെയ്യുക, രണ്ടാമത് അവർ വിളിക്കും, നമ്മളവിടെ തന്നെ ഉണ്ടോ എന്നറിയാൻ. അത് അവർ അനുവദിച്ചിട്ട് വിളിക്കുകയാണെന്നറിയാം, ഷോപ്പുകാരൻ്റെ അനുവാദത്തോടെയാണെന്ന് അറിയാനായിട്ട്. എന്നിട്ട് എപ്പോഴെങ്കിലും അവർ വിളിക്കുമ്പോൾ നമ്മൾ അവിടെ ഇല്ലെങ്കിൽ പിന്നെ വിളിച്ചെങ്കിലായി ഇല്ലെങ്കിൽ അത് ഉറപ്പില്ല. അങ്ങനെ വിളിച്ചിട്ട് രാത്രി 12 മണി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്യാൻസൽഡാണ്. പിറ്റേന്ന് നമ്മൾ വീണ്ടും ബുക്ക് ചെയ്യണം. ക്ലിയറായോ? അങ്ങനെ 3-ൻ്റെ അന്ന് ബുക്ക് ചെയ്തു. ആ ലൈൻ പോകണത് എങ്ങനെയെന്നറിയോ? നമ്മൾ അന്ന് റോട്ടറി ടൈപ്പ് പോലും ആയിട്ടില്ല, റോട്ടറി ടൈപ്പ് ഉള്ളൂ, മറ്റേ ഇല്ല, പുഷ് ബട്ടൺ ഇല്ല മുമ്പ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫോൺ വെച്ചിട്ട് അവർ അവിടെ നിന്ന് നമ്മൾ റിസീവർ വെക്കേ വേണ്ടു, പിന്നെ സംസാരം അവർ നമുക്ക് കേൾക്കാം. ബോംബെ ഓപ്പറേറ്റർ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് അവിടെ ഉള്ള ഇൻറ്റേർണൽ ഡയലോഗൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മദ്രാസിലേക്ക് കളക്ട് ചെയ്യാൻ പറയും. അങ്ങനെ മദ്രാസ് കഴിഞ്ഞാൽ പറയും എറണാകുളം കളക്ട് ചെയ്ത് ഇതൊക്കെ നമുക്ക് പോകുന്നതൊക്കെ നമുക്കറിയാം, എക്കോ അറിയാം. അത് കഴിയുമ്പോഴാണ് പറയുന്നത് ഇരിങ്ങാലക്കുടയിൽ നിന്നും കാട്ടൂരേക്ക് പോകുന്ന ലൈനിൽ മരം വീണിട്ട് കമ്പി പൊട്ടി, അതുകൊണ്ട് ഇനി പറ്റില്ല, നാളെ വിളിക്കും. ഇത്രയും വെയിറ്റ് ചെയ്തിട്ട് പിന്നെ സംഭവിക്കുന്നതാണ്. അങ്ങനെ 3-ൻ്റെ അന്ന് കിട്ടി. അപ്പോൾ അത് നമ്മൾ ഒരു വാക്ക് പറഞ്ഞാലും 3 മിനിറ്റിന് ചാർജാണ്. PP ആകുമ്പോൾ +1 മിനിറ്റ് ചാർജ് കൂടുതൽ. അങ്ങനെയുണ്ട്. പർട്ടിക്കുലർ പേഴ്സൺ ഡ്യൂറേഷൻ 3 മിനിറ്റാണ് മിനിമം ഡ്യൂറേഷൻ. അപ്പോൾ കാട്ടൂർ പഞ്ചായത്ത് ഓഫീസിലേക്കാണ് വിളിക്കണത്. വളരെ ഉറക്ക പറഞ്ഞെങ്കിലേ ഉപ്പ കേൾക്കുള്ളൂ. അങ്ങനെ ഉപ്പ പറയുന്നത് നീ വന്ന് കൊണ്ടുപോയിക്കോ. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ പാപ്പമാർ അനുവാദം ഇല്ലാണ്ട് വൈഫിനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. സിനിമയ്ക്ക് പോകണമെങ്കിൽ പോലും വാപ്പാടെ സമ്മതം നേരിട്ട് ചോദിക്കാൻ പറ്റില്ല, ഉമ്മ ഒഴുക്കി ചോദിക്കണല്ലോ. അങ്ങനത്തെ കാലമാണ് അന്നൊക്കെ. അങ്ങനെ ഞാൻ എനിക്ക് നാട്ടിൽ വന്ന് കൊണ്ടുപോകാനുള്ള ടിക്കറ്റ് എടുക്കാനുള്ള കാശൊന്നും അന്നില്ല. ലീവ് എന്ന് പറയുന്നത് പ്രശ്നമില്ല, പോകണമെന്ന് പറഞ്ഞാൽ ആ ജോലി ലീവ് വേറെ ജോലി, പക്ഷേ കാശ് വേണ്ട, ടിക്കറ്റ് കാശ് വേണ്ട. ഒടുവിൽ അതൊക്കെ ഉണ്ടാക്കി വൈഫിനെ കൊണ്ടുപോകാനുള്ള ടിക്കറ്റിൻ്റെ കാശ് ഉണ്ടാക്കി ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഉപ്പ പറഞ്ഞിരിക്കുന്നത് നീ വന്ന് കൊണ്ടുപോയിക്കൊള്ളാനാ. അങ്ങനെ വന്ന് 2-3 ആഴ്ച കഴിഞ്ഞ് ഞാൻ തിരിച്ച് വൈഫായിട്ട് പോവുകയാണ്. അവിടെ എത്തി ഒരാഴ്ച കഴിഞ്ഞ് അല്ല ഫ്ലൈറ്റിലാണ് അവിടെ എത്തി. അപ്പോൾ അന്ന് ഞാൻ ക്ലിയറിങ്ങിന് പോകും. അപ്പോൾ 4 മണി കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ പിന്നെ ജോലിക്ക് പോകണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ഞാൻ വെറുതെ പോവാണ്. അപ്പോൾ പോസ്റ്റ് ഓഫീസിലാണല്ലോ നമ്മളിപ്പോൾ കത്ത് വന്നോന്ന് നോക്കുന്നത്. അപ്പോൾ കത്ത് വന്നോന്ന് നോക്കുന്നു, ആ കത്തിൽ എഴുതുന്നു ഇങ്ങനെ ഒരു ചെറിയൊരു സ്ഥലമുണ്ട്, നീ അതിങ്ങനെ വാങ്ങുകയാണെങ്കിൽ നല്ലതെന്നൊക്കെ പറഞ്ഞ് ഉപ്പാടെ എഴുത്തുണ്ട് ഇംഗ്ലണ്ടിൽ എയർമെയിൽ കത്ത്. അത് വായിച്ച് ഷോപ്പിലേക്ക് എത്തിയപ്പോൾ ഷോപ്പിൽ കുറേ ഗ്രാനൈറ്റിൻ്റെ ഒക്കെ സാമ്പിളുകൾ കിടക്കുന്നുണ്ട്, ചെറിയ പീസുകൾ. അതിൻ്റെ ഇടയിലുണ്ട് ഒരു ടെലിഗ്രാം കിടക്കുന്നു. എൻ്റെ ഉപ്പ മരിച്ചത്. അതും ഈ അദ്ദാഫറിൽ ജോലി ചെയ്യുന്ന കാലത്താണ് ഉണ്ടായിരുന്നത്. എൻ്റെ കല്യാണം, ഉപ്പാടെ മരണം. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആകെ അപ്സെറ്റായി. എന്നെ ഇവർ ജോലിക്ക് ദുബൈയിലോട്ട് വിളിച്ചു, ഈ അദ്ദാഫർ തന്നെ. പക്ഷേ എനിക്ക് ദുബായ് അത്ര ഇഷ്ടമില്ല, എനിക്ക് അബുദാബി തന്നെ വേണം എന്നുള്ള ആഗ്രഹം എനിക്ക് അന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും കഷ്ടപ്പെട്ട് ഒരുപാട് വിഷമങ്ങൾ, മെൻ്റലി ആൻഡ് ഫിസിക്കലി ടോർച്ചറിങ്. അങ്ങനെ വീണ്ടും അബുദാബി ദുബൈയിൽ ഇങ്ങനെ പോകുന്നു. അങ്ങനെ നിന്ന് ഞാൻ ഒരു സ്ഥാപനം, മുഹമ്മദ് ഇബ്രാഹിം അൽ മസ്റൂയി എന്ന് പറയുന്നൊരു സ്ഥാപനത്തിൽ ക്ലിയറിങ്ങിൽ ഞാൻ കയറി കഴിഞ്ഞ് കുറേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇറാഖിയായ ആൾക്ക് അമേരിക്കൻ പൗരത്വമുണ്ട്. അദ്ദേഹം ജനറൽ മാനേജറായിട്ട് അവിടെ വന്നു. അദ്ദേഹം ഒരു നിയമം കൊണ്ടുവന്നു, എല്ലാവരും പാസ്പോർട്ട് അവിടെ സറണ്ടർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, എല്ലാവരും ജോലിക്കാരൻ മുഴുവൻ. ഞാനതിന് തയ്യാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, നിങ്ങളുടെ ജോലി വേണ്ട, പാസ്പോർട്ട് ഞാൻ തരില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു? അപ്പോൾ ഞാൻ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അന്ന് ലേബർ നിയമങ്ങൾ പാലിക്കേണ്ട ആവശ്യം അവർക്കില്ല, കാരണം ഞാൻ അവിടുത്തെ സ്റ്റാഫല്ല. എന്നിട്ട് പോലും ഞാൻ ആകെ 6 മാസം ജോലി ചെയ്തുള്ളൂ, 1/2 മാസത്തെ ശമ്പളം ഫ്രീ തന്നു. അതൊരു ചൂണ്ടലാണ്, തിരിച്ചു വന്നവിടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. 78 ആണെന്ന് എൻ്റെ ഓർമ്മ.
ഞാനിവിടെ നാട്ടിൽ വന്ന് നിന്നു. അങ്ങോട്ട് തിരിച്ചു പോയി. എന്നെ അന്നത്തെ പഴയ അബുദാബി എയർപോർട്ടിൽ നിന്ന്, അതായത് ഏറ്റവും പഴയ അബുദാബി എയർപോർട്ട്, അത് അവിടെ നിന്ന് എന്നെ കൊണ്ടുപോകാൻ ഒരു ടെമ്പോയിൽ ഒരാൾ വരുന്നു. അത് ഡബിൾ ക്യാബിൻ ടെമ്പോ ആണ്. ഫ്രണ്ടിൽ 2 പേർക്ക് ഇരിക്കാം, ഡ്രൈവറും. അതിൻ്റെ ബാക്കിൽ 3 പേർക്ക് ഇരിക്കാം, അതിൻ്റെ ബാക്കിൽ സാധനങ്ങൾ കയറ്റാം. അതാണ് ഈ ഡബിൾ ക്യാബിൻ. വണ്ടി ഓടിച്ച് പോകുമ്പോൾ എന്നോട് അദ്ദേഹം പറയാണ്, ഷർഫുക്ക, ഇവിടെ പുതിയ നിയമം വന്നിട്ടുണ്ട്, പൊതുമാപ്പ് ആദ്യമായിട്ട് യു.എയിൽ വന്നിരിക്കുന്നു. എവിടെയാണോ ജോലി അവിടുത്തെ ആയിരിക്കണം വിസ. അങ്ങനെ മാറ്റാനുള്ള സംവിധാനം ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. അത് 3 മാസത്തേക്കുള്ള പൊതുമാപ്പ് തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻ എംബസി പാസ്പോർട്ട് ഇല്ലാത്തവർക്ക് പാസ്പോർട്ട് കൊടുക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും അതിൻ്റെ ഒരു മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ പാസ്പോർട്ട് ഓഫീസിൽ ആൾക്കാർ തലേദിവസം വന്നിട്ട് ലൈൻ കെടുക്കുകയാണ്, കാർട്ടൂണൊക്കെ വിരിച്ചിട്ട് കെടുക്കുകയാണ്. അത്രയും തിരക്ക് വന്നു ഒരു സമയമുണ്ട്. ആ വണ്ടി ഓടിച്ച് വന്ന ആളാണ് M.A. യൂസഫ് അലി. ഓ, ശരി ശരി, ഓക്കെ. അപ്പം എനിക്ക് തോന്നി, എൻ്റെ സ്വഭാവപ്രകാരം ഞാനൊരു ദേശാടന കിളിയാണ്. അപ്പം എൻ്റെ സ്വഭാവപ്രകാരം ഒരു പക്ഷെ അവർ എവിടെയെങ്കിലും എനിക്ക് ജോലി കിട്ടും, വിഷയം കിട്ടും. പക്ഷേ ഒരു കൊല്ലത്തിനുള്ളിൽ എന്നെ ഒരു ബ്ലാക്ക് ലിസ്റ്റ് അടിച്ച് ചിലപ്പോൾ പുറത്താക്കും, അല്ലെങ്കിൽ ഞാൻ ജോലി വേണ്ടെന്ന് വയ്ക്കും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അത് വേണ്ട. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ മുഹമ്മദ് ഖലീഫ അൽ ഗുബൈസി എന്ന് പറയുന്ന എൻ്റെ ഒരു അറബിയുണ്ട് അവിടെ. അവനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. ഞാൻ ജോലി ചെയ്യുന്നിടത്ത് വരാറുള്ളൊരു മാത്രമേ ഉള്ളൂ. അവൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഒരു ട്രേഡിംഗ് ലൈസൻസ് എടുത്താക്കിക്കൊണ്ട ആളാണ്, ഒരു ഷോപ്പ് പോലും ഇല്ലാണ്ട്. അത്രയും കഴിവുള്ള ചെറുപ്പക്കാരനാണ്. അവൻ പറഞ്ഞു, അല്ല, അവനെ അന്വേഷിച്ച് നടന്ന് മുഷ്രിഫിൽ അവനെ കിട്ടി. അങ്ങനെ അവൻ്റെ പേരിൽ ഞാൻ കാശ് എടുത്തിട്ട് ഒരു ടാക്സി വാങ്ങി, ഡാറ്റ്സൺ 280C. അതാണ് ഞാൻ ആദ്യമായിട്ട് ടാക്സി ആയിട്ട് കൊടുക്കുന്നത് അവിടെ. പുതിയ ടാക്സി ഡ്രൈവറായി. അപ്പോൾ എന്താ വെച്ചാൽ ടാക്സി ഡ്രൈവറായിട്ടുള്ള ഗുണം മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി മനസ്സിലാക്കാൻ പറയാണ്. അപ്പോൾ ഇൻവെസ്റ്റർ ആണെങ്കിലും ടാക്സി ഓടിക്കുകയാണെങ്കിലും വിസ കിട്ടും. അപ്പോൾ ജോലി സ്ഥലത്താണെങ്കിൽ ആ ജോലി സ്ഥലത്തിൽ അതിന് കേപ്പബിൾ ആണ് അല്ലെങ്കിൽ അവിടേക്ക് ആൾ ആവശ്യമാണെന്ന് ലേബർ തീരുമാനിക്കണം. ടാക്സിക്ക് അത് വേണ്ട. അതുകൊണ്ടാണ് ടാക്സി എടുത്തത്. അത് നമ്മൾ പൈസ മുഴുവൻ കൊടുത്താലും അറബിയുടെ പേരിലും, അതും അബുദാബി അറബിയുടെ പേരിലേക്ക് കിട്ടുള്ളൂ. പക്ഷേ എൻ്റെ അറബിക്ക് അതിന് ആൾക്കാർ പല മാസം പൈസ കൊടുക്കുക, കൊല്ലം തോലെ പൈസ കൊടുക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ നിൽക്കുന്നതിന്. എൻ്റേത് അതൊന്നുമില്ല. അങ്ങനെ ഞാനൊരു 4.5 കൊല്ലത്തോളം ദുബായ് അബുദാബി ടാക്സി ഓടിച്ചു. അപ്പോഴാണ് ഞാൻ ജനങ്ങളുടെയും ബന്ധക്കാരുടെയും ഒരു മുഖം കാണുന്നത്. അത് കഴിഞ്ഞ് കുറേ 4.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ മുഹമ്മദ് എന്നോട് പറയുന്നു, ഷെരീഫ്, നീ ഞാനും എൻ്റെ കസിനും കൂടിയിട്ട് ഒരു പുതിയ കമ്പനി തുടങ്ങാൻ പോണ്, ബിൻ കനേഷ് ജനറൽ ട്രേഡിംഗ്, അതിൻ്റെ മാനേജറാവണം. എനിക്കാണെങ്കിൽ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഇതിൽ നിന്ന് മാറി കിട്ടിയാൽ മതി ആഗ്രഹിച്ചടക്കണം. ഞാൻ അവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ ഈ മുഹമ്മദും അബ്ദുള്ള ബിൻ ഗനീഷും ഇവർ 2 പേരും കസിനാണ്. ഇവർ 2 പേരും അവിടെ വരുന്നു. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വരും, അവർ വന്നിരിക്കും. അങ്ങനെ വന്ന് ഇരുന്നു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഷെയ്ഖ് ഹമ്മദ് ബിൻ ഹംദാൻ അൽ നഹിയാനും പരിവാരവും അവിടെ വരാറുണ്ട്. അവർ വരും, അവരിരുന്നിട്ട് ഓരോ ഫയലുകൾ നോക്കും. ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ അറബി എന്ത് സംശയം ഉണ്ടെങ്കിലും, ഷെരീഫ് താൽ ജിബ് ഹാദൽ മലഫ്, ഇതെടുക്കുന്നു പറയുമ്പോൾ അതുമാതിരി ഓരോ സംശയങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ എനിക്കറിയാവുന്ന ഇംഗ്ലീഷും അറബിയൊക്കെ ആയിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അതിന് ശരിയായിട്ട് അവരുടെ ഭാഷയിൽ ഈ ഷെയ്ഖിനോട് സംസാരിക്കുക. അങ്ങനെ എപ്പോൾ നോക്കിയാലും ഷെരീഫ് എന്നുള്ളത് ഷെയ്ഖിൻ്റെ മനസ്സിലങ്ങോട്ട് പതിച്ചു. ഷെയ്ഖ് അഹമ്മദ്. അങ്ങനെ 1987 ഏപ്രിൽ മാസമായപ്പോൾ ഫാമിലിയെ ഞാൻ നാട്ടിലേക്ക് പറഞ്ഞയച്ചപ്പോൾ ഞാൻ അറബിയോട് ഞാൻ പറഞ്ഞു, അപ്പോൾ നോമ്പ് ടൈമാണ്, ഞാൻ നിർത്താൻ പോവുക. അപ്പോൾ അന്ന് എനിക്ക് 36 വയസ്സ് പ്രായമുള്ളൂ കേട്ടോ. എല്ലാവരും ജോലി അന്വേഷിച്ച് നടക്കണ പ്രായം. ഞാൻ പറഞ്ഞു, ഞാൻ പോവുക നാട്ടിലേക്ക്, എനിക്ക് മതിയായി. 18 വർഷത്തോളമായി. അപ്പോൾ രാത്രി കിടന്നാൽ എനിക്ക് ഉറക്കം വരുന്നില്ല. നാട്ടിൽ വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഒരു 10 പൈസ എനിക്ക് ഇൻകമുള്ള ഒന്നുമില്ല, എൻ്റെ കയ്യിൽ അസറ്റില്ല, ഒന്നുമില്ല. ഒരു വീട് പോലും, ചെറിയൊരു വീട് മാത്രമുള്ള, വേറെ ഒന്നും എനിക്ക് എൻ്റെ കയ്യിലില്ല.
പക്ഷേ നാട്ടിലേക്ക് വരാം എന്നുള്ളൊരു ചിന്ത ഇങ്ങനെ മനസ്സിൽ. വന്നു തുടങ്ങി. കുട്ടികളെ പഠിപ്പ് എന്ത് ചെയ്യും ഒന്നും അറിയില്ല. അങ്ങനെ ഈ മുഹമ്മദിൻ്റെ വിസയാണിത്. നേരത്തെ പറഞ്ഞ ട്രേഡ് ലൈസൻസിൻ്റെ പേരിലുള്ള വിസയാണ് എൻ്റെ വിസ. അപ്പോൾ അവൻ്റെ വീട്ടിൽ ഞാൻ ചെന്നിട്ട്, അപ്പോൾ അവനൊരു കൈബനിയനിട്ട് നിൽക്കുക, നോമ്പ് ടൈമാണ്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, ഞാൻ പോവുകയാണ് അടുത്ത ആഴ്ച. ഞാൻ സൗദിയിൽ നിന്ന് ഞാൻ തിരിച്ച് നേരെ റാസ്ലൈബയിൽ പോയിട്ട് റാസ്ലൈബയിൽ നിന്ന് ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്, ഞാനിനി വരുന്നില്ല. എടുത്ത വഴിക്ക് അവൻ എന്നോട് ചോദിച്ചത്, ഇനി ആരെയാണ് ഞാൻ ഫൗക്ക അല്ലെങ്കിൽ തമാശ പറയാനായിട്ട് എനിക്ക് ആരഞ്ഞുള്ളത്? അത് കഴിഞ്ഞിട്ട് അവനൊരു വാക്ക് പറഞ്ഞു, മഹലക് ബാബ് മഫ്തുഹ് ദായിമൻ, ഈ സ്ഥാപനം നിൻ്റേതാണ്, ഈ വാതിൽ നിനക്ക് വേണ്ടി ഞാൻ എപ്പോഴും തുറന്നിടും. ഇതാണ് അവൻ പറഞ്ഞൊരു വാചകം. അവൻ മുഷീഫിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വിസ നിൻ്റെ പേരിലാണ്, അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ചെയ്തോ. കാരണം അത് ക്യാൻസൽ ചെയ്തെങ്കിൽ അവർക്ക് വേറെ വിസ കിട്ടുള്ളൂ. അതൊന്നും വേണ്ട, വിസ ഒന്നും ക്യാൻസൽ ചെയ്യേണ്ടത്, പോയിക്കോ, എനിക്ക് എപ്പോൾ എവിടെയും വരാം. അങ്ങനെ ഞാൻ പോന്നു. 1987 ഓഗസ്റ്റ് 13 ഞാൻ വരുന്നത് ഇങ്ങോട്ടേക്ക്. വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ ചില നാടകങ്ങൾ വന്നു. ഷെയ്ഖ് അവരോട് വിളിച്ച് പറഞ്ഞു, ഷെരീഫ് എവിടെ? പറഞ്ഞു, ആൾ നാട്ടിലേക്ക് പോയി. എന്താ പോകാൻ കാരണം? ആ ചോദ്യത്തിന് പല അർത്ഥമുണ്ട്. അമ്മ തരികട ചെയ്തിട്ട് പോയതാണോ, നിങ്ങൾ പിടിച്ച് പുറത്ത്, പല അർത്ഥത്തിലായിരിക്കും ആ ചോദ്യം. അല്ല, അവൻ മതി എന്ന് പറഞ്ഞിട്ട് നാട്ടിലേക്ക് നിൽക്കാൻ വേണ്ടി പോയി. അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇതാണ് അത് അവിടെ നടക്കുന്നു, ഞാൻ അറിയുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള മലയാളി എനിക്ക് ഫോൺ ചെയ്തു, ഷെയ്ഖ് അന്വേഷിക്കുന്നുണ്ട്, ജോലിക്ക് വേണം. അത് കഴിഞ്ഞ് അന്ന് എൻ്റെ വീട്ടിൽ ലാൻഡ് ഫോൺ പോലും ഇല്ല. തറവാട്ടിൽ പോകണം, എൻ്റെ അടുത്ത് പോകണം, ഫോൺ കിട്ടണമെങ്കിൽ. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എൻ്റെ അനിയന് നൂറുദ്ദീൻ, അവന് അറബി നന്നായിട്ട്, എസ്പെഷ്യലി ഈജിപ്ഷ്യൻ ഭാഷ അറബി നന്നായിട്ട് അറിയാം. ഒരു ഫോൺ കോൾ, ഹലോ വോയ് നഹ്റൂഖ്. പറഞ്ഞ ആളിങ്ങനെ നാട്ടിൽ പോയി. അവനോട് വരാൻ പറയൂ. അപ്പോൾ എൻ്റെ അനിയൻ ചോദിക്കുന്നു, ആരാണ് സംസാരിക്കുന്നത്? ഹമദ്. ഏത് ഹമദ്? ഹമദ് ബിൻ ഹംദാൻ. അപ്പോൾ ഇവർ മനസ്സിലായി. അപ്പോൾ ഞാൻ എൻ്റെ അനിയനോട് ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, ഷെയ്ഖിനോട് പറയാം, ഒരു സിംഗിൾ ടിക്കറ്റ് തരുമോ? തരാമെന്ന് പറഞ്ഞാലും നീ വാങ്ങണ്ട, തരുമോ എന്ന് ചോദിക്കുക. അപ്പം എൻ്റെ മനസ്സിൽ ഒരു എക്സൈറ്റഡ് എന്ന് മാത്രം പറഞ്ഞു ആ പോരാ, സംശയങ്ങൾ വന്നു. ഒരു ഷെയ്ഖിന് ഇത്ര കേരളത്തിൽ കിടക്കണം, എന്നെ വിളിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ എന്നാണ് എൻ്റെ ഒരു, അതും മാനേജറായിട്ട്. പിറ്റേന്ന് എന്നോട് എൻ്റെ അനിയൻ പറഞ്ഞു, ആ ഷെയ്ഖ് പറഞ്ഞു ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നീ ടിക്കറ്റ് വാങ്ങണ്ട, ഞാൻ വന്നോളാം. ഞാൻ ഇവിടുന്ന് ഓട്ടോറിക്ഷയ്ക്ക് തിരുപ്രയാർ പോയി, തിരുപ്രയാറിന് ബസ്സിൽ തിരുവനന്തപുരത്തേക്ക് പോയി, തിരുവനന്തപുരത്ത് നിന്ന് അബുദാബിയിലെത്തി. എത്തിയതൊരു ചൊവ്വയോ ബുധനോ ആണ്. അപ്പോൾ ഞാൻ ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഒരു സുഖമില്ല, തിരിച്ചു തന്നെ വരാം, എനിക്ക് ഷെയ്ഖിൻ്റെ ജോലി വേണ്ട, ഒന്നും വേണ്ട, ഞാൻ മടങ്ങി പോകാം എന്നുള്ളൊരു പരിപാടിയുണ്ട്. കാരണമുണ്ട്, ഞാൻ അബുദാബിയിൽ നിന്ന് ഇവിടേക്ക് സൗദിയിലേക്ക് പോണ സമയത്ത് ഞാൻ ബാക്കിലേക്ക് നോക്കിയിട്ടാണ് കാറിലിരുന്നത്. വണ്ടി ഓടിക്കുന്നത് വേറെ ആൾ. ഈ രാജ്യം ഞാൻ ഇനി കാണില്ലല്ലോ എന്നും പറഞ്ഞിട്ട് പോയ സ്ഥലത്താണ് ഞാൻ വീണ്ടും ചെല്ലുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പഴയ ബോസ്, അതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നു. ഈ മുഹമ്മദ് എന്നോട് പറഞ്ഞല്ലോ, മഹലക് ബാബ് മഫ്തുഹ് ദായിം എന്ന് പറഞ്ഞില്ലേ, 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ഉറക്കത്തിൽ മരിച്ചു. അത് പ്രധാനപ്പെട്ട കാര്യം, മറക്കാൻ പറ്റാത്ത കാര്യമുള്ളത്. അപ്പം എൻ്റെ നാട്ടിലേക്ക് വരാമെന്നുള്ള കാര്യം ഉറപ്പിച്ചൊന്നും കൂടി, ഇതിനെ പറ്റി ആരും ലിങ്കില്ലല്ലോ. അങ്ങനെ ഞാൻ ഈ അബ്ദുള്ള കിനീഷിനോട് ഫോണിൽ കൂടെ വിളിച്ചു. അപ്പം ഞാൻ ഇങ്ങോട്ട് നാട്ടിലേക്ക് തിരിച്ചു വരാനായിട്ട് കുവൈത്തിൽ നിന്നും കാലി അടിച്ചിട്ട് വരുന്ന ബോംബെയിലേക്ക് ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട്. അവിടുന്ന് ഇത് കൊണ്ടുപോകാനായിട്ട്, മട്ടൻ കൊണ്ടുപോകാൻ. അപ്പോൾ അതിൽ സീറ്റൊക്കെ ഇരിക്കാനുള്ള അത്ര സൗകര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, പൈസ കുറവാണ്. ഞാൻ പല ആൾക്കാരിൽ നിന്നും കടമായിട്ട് വാങ്ങി കാശ്. അപ്പോൾ അതിൽ പാസഞ്ചറെ കൊണ്ടുപോകും. 1-2 പേരെ കൊണ്ടുപോകും. അപ്പോൾ 2-3 പേരെ അതിന് വളരെ കാശ് കുറവുണ്ട്. ഇപ്പോൾ ആ ഫ്ലൈറ്റ് ഇല്ല. അപ്പോൾ പൈസ പല ആൾക്കാരും ഓഫർ ചെയ്തു, പൈസ വാങ്ങി തരാം എന്നുള്ളത്. ഞാൻ തിരിച്ചു വരാനുള്ള എല്ലാ പരിപാടികളും എടുത്തു. ഒരു ബുധനാഴ്ചയാണ്. അങ്ങനെ ഞാൻ വ്യാഴാഴ്ച ഈ അബ്ദുള്ള ബിൻ കിനീഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു പോവുകയാണ്, നിങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതാണ്, ഞാൻ ഷെയ്ഖിൻ്റെ അവിടെ ജോലിക്കൊന്നും ഞാനില്ല. അപ്പോൾ എടുത്ത വഴിക്കാവൻ പറഞ്ഞു, ഷെരീഫ്, ദയവ് ചെയ്തിട്ട് നീ അവിടെ നിൽക്ക്,
നമുക്ക് ഒന്നിച്ച് ഷെയ്ഖിൻ്റെ അടുത്തേക്ക് പോകാം, എന്നിട്ട് നീ ഷെയ്ഖിനോട് പറയാ ജോലി വേണ്ടാന്ന്. അപ്പോൾ എനിക്ക് എൻ്റെ പ്രശ്നം തീർന്ന്. കാരണം എപ്പോൾ നോക്കിയാലും ഷെയ്ഖ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഷെരീഫിനെ കൊണ്ടുവരാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അത് ശരി, ഓക്കെ. അപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ അലയിലാണ്, നമുക്ക് ശനിയാഴ്ച പോകട്ടാന്ന് പറഞ്ഞു. ശനിയാഴ്ച അവൻ വന്നു. ഞങ്ങൾ രണ്ടുപേരും ഷെയ്ഖിൻ്റെ പാലസിലേക്ക് എത്തി. അപ്പോൾ താഴത്ത് ഷെയ്ഖ് ഇരിക്കുന്നുണ്ട്. വേറെ ഷെയ്ഖിനെ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി, ബാക്കി ആരൊക്കെയോ ഇരിക്കുന്നുണ്ട്. ഞാൻ ആ കണ്ണ് തള്ളി നിൽക്കുന്ന സമയം. അങ്ങനെ ഞാൻ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ചെന്ന വഴിക്ക് സലാം ചെല്ലിയ വഴിക്ക് സലാം മടക്കിയിട്ട് ഷെയ്ഖ് ചോദിച്ച അറബി വാക്ക് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. എന്താ ഫിഹൈ, നീ ജീവിച്ചിരിപ്പുണ്ടോന്ന്, തമാശ രൂപത്തിൽ. അപ്പം അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവരൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു, അപ്പം സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഖുമാരെ വിളിക്കുന്ന സംബോധന യാ തവിൽ ഉംറക്ക് എന്നാണ്. യാ തവിൽ ഉംറക്ക്, നിനക്ക് ദീർഘായുസ് ഉണ്ടാവട്ടെ. ഇംഗ്ലീഷിൽ പറയും യുവർ ഹൈനസ്. ഇദ്ദേഹത്തിനെ സ്പെഷ്യലായിട്ട് വിളിക്കുന്നത് അബുഷാബ് എന്നാണ് പറയാം, അബുഷാബ്. എനിക്കിതറിയില്ലല്ലോ, ഞാൻ എല്ലാ അറബികളെയും വിളിക്കുന്ന പോലെ തന്നെ അഹുയ് എന്ന് പറയും. പക്ഷെ പുള്ളിക്കൊരു വിരോധമില്ല, കാരണം നമ്മളറിയാത്തതുകൊണ്ടാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അഹുയ് മുംകിൻ താൽമാഹി, എൻ്റെ കൂടെ ഒരു മിനിറ്റ് വരാൻ പറഞ്ഞു. അദ്ദേഹം എൻ്റെ കൂടെ വന്നു. അപ്പോൾ ആരോ ഒരാളവിടെ പറയുന്നുണ്ട് ഞങ്ങളുടെ ഷെയ്ഖിനെ കൊണ്ടുപോകണമെന്ന്. നമുക്കൊന്നും അറിയില്ല. അങ്ങനെ എൻ്റെ പിന്നാലെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് എന്ത് ശമ്പളം തരും? ഞാൻ ജോലിക്ക് വേണ്ടി വന്നതല്ല, എനിക്ക് എത്ര കിട്ടിയിരുന്നു അവിടെ? അപ്പം എൻ്റെ ബോസ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, പഴയ ബോസ്. ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര കിട്ടിയിരുന്നു. അതിനേക്കാൾ കൂടുതൽ എനിക്ക് തരാം. ഞാൻ ആ വണ്ടി എൻ്റെ വണ്ടി സ്വന്തം വണ്ടിയായിരുന്നു, പക്ഷേ അതിൻ്റെ മെയിൻ്റനൻസും പെട്രോളൊക്കെ പഴയ കമ്പനിയാണ് തന്നിരുന്നത്. ആ വണ്ടി വിറ്റിട്ട് ഞാൻ പോയത്. പുതിയ വണ്ടി എടുത്ത നാളെ വാങ്ങിച്ചോ. ഇവർ പറയുന്നത് മുഴുവനും എൻ്റെ ഫാമിലിക്കും ഇവർക്കൊന്നും ടിക്കറ്റ്, ഫ്ലൈറ്റ്, അതൊക്കെ നാളെ പോയിട്ട് എന്താ പറയുക എടുത്തോ. ഞാൻ എന്തൊക്കെ പറയുന്നൊക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞപ്പോൾ ഒരു വാചകനോട് ചോദിച്ചു, ആ ചോദ്യം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷേ ഉത്തരം നല്ല ഉത്തരം കൊടുക്കാൻ പറ്റി. നീ നാട്ടിൽ എല്ലാം തർത്തീബാക്കിയിട്ടാണോ വന്നിരിക്കണേ? ഞാൻ എടുത്ത വഴിക്ക് പറഞ്ഞു അല്ല, വെറുതെ അങ്ങനെ അല്ലാന്ന് പറയാൻ തോന്നി. അപ്പോൾ പറഞ്ഞൊരു കാര്യം, ഒരു മാസം നീ ഇവിടെ നിൽക്കുക, എന്നിട്ട് ഇത് കംപ്ലീറ്റ് ഇവിടുത്തെ ഓഫീസ് ഒന്ന് ക്ലിയർ ആക്കുക. അത് കഴിഞ്ഞ് നീ പോയിട്ട് വന്നോ, ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നോ. അങ്ങനെയാണ് ഞാൻ അവിടെ ഷെയ്ഖിനോട് ഷെയ്ഖിൻ്റെ അടുത്ത് ശരിക്കും വിവിധങ്ങളായ ജോലികൾ ചെയ്യുന്നുണ്ട്. ഈ ഷെയ്ഖിൻ്റെ അടുത്തുള്ള നേരത്തെ പലതും പറഞ്ഞു. പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള നാളുകൾ എങ്ങനെയായിരുന്നു ഷെയ്ഖുമായിട്ടുള്ള? അതായത് എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡ് ബൈ ജോലി പോലെയായിരുന്നു. പേര് മാനേജർ എന്നാണെങ്കിലും മാനേജർ പ്ലസ് സെക്രട്ടറി പ്ലസ് എന്താ പറയുക എല്ലാം. ഈ ഷെയ്ഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന മാതിരി ഉള്ള ഒരു സ്വഭാവമല്ല. പെട്ടെന്ന് ചൂടാവുന്ന ആളാണെങ്കിലും അതിൽ കൂടുതൽ സ്നേഹമുള്ള ആളാണ്. സിമ്പതറ്റിക്, ഭയങ്കര സിമ്പതി. അങ്ങനെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ട് പറ്റത് കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നോർമൽ പേഴ്സണാണ് ആൾ. സഹായിക്കുന്ന കാര്യത്തിൽ ഭയങ്കരമാണ്. അതേ ഈ ഷെയ്ഖിൻ്റെ ഒരാളാണല്ലോ എന്ന് വെച്ചിട്ട് ലാവിഷ് ജീവിതമല്ല. വണ്ടികളോടായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം. വണ്ടിയുടെ ഒരു ഭയങ്കര ക്രേസിയുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് കൂടെ ഞാൻ പല വിദേശ രാഷ്ട്രങ്ങളിലും പോയപ്പോഴും അദ്ദേഹം പറഞ്ഞ ഒരു വാചകം എനിക്ക് ഇന്നും മറക്കാൻ പറ്റാത്തതുണ്ട്. ദുബായ് എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ എൻ്റെ പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ട്, ഇവരൊക്കെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട്, അതിനുള്ള UAE ഷെയ്ഖിൻ്റെയും. അപ്പോൾ ഇവർക്കൊരു നിയമമുണ്ട്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എല്ലാവരും താഴ്ത്തിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ ഷെയ്ഖ് എനിറ്റാൽ മറ്റുള്ളവർ അടിക്കണം. ഷെയ്ഖ് പോയിട്ട് വേണം പിന്നെ ഇരിക്കാൻ. ഇരിക്കുന്നിടത്തുനിന്ന് ബാക്കിൽ കൂടെ വേണം നമ്മൾ പോകാൻ. ഐ മീൻ ഇപ്പോൾ ഇങ്ങനെ നിന്നിട്ട് ഷെയ്ഖ് അവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നോട്ട് തിരിഞ്ഞിട്ട് വാതിൽ കടന്നതിന് ശേഷം വേണം നമ്മൾ ശരിക്കും പോകാൻ. ഇങ്ങനെയൊക്കെ ഒരു സിസ്റ്റം റോയൽ. അതെ. അപ്പോൾ ദുബായ് എയർപോർട്ടിൽ അവിടെ ഒരു VIP ലോഞ്ച് ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ ചെന്നത്. VIP ലോഞ്ചിൽ ചെന്നിരുന്നപ്പോൾ എല്ലാ സൗകര്യങ്ങളും നമ്മൾ പാസ്പോർട്ടൊക്കെ അവർ കൊണ്ടുപോയിട്ട് അടിച്ച് എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്യുന്നൊരു സ്ഥലം എന്ന് വിചാരിച്ചോ. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ലാസ്റ്റ് കോള് ആയ സമയത്ത് ഷെയ്ഖ് എഴുന്നേറ്റപ്പോൾ നമ്മളൊക്കെ ഏറ്റു. ഉടനെ ഷെയ്ഖ് ഒരു വാചകം പറഞ്ഞു, ഷെരീഫ് ഇനി മുതൽ നമ്മൾ തിരിച്ചിവിടെ എത്തുന്നവരെ ഞാൻ ഷെയ്ഖ് അല്ലാട്ടാണ്, വേറെ സ്ഥലത്തേക്കാണല്ലോ പോകുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ കസ്റ്റമൊന്നും അവിടെ വേണ്ട. ഒന്നത്. രണ്ട്, ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഒരു അൽ റുമൈസിൽ പെട്ട ഒരു ക്യാപ്റ്റനാണ്. ആൾ അബുദാബി ഡിഫൻസിലത്തെ ക്യാപ്റ്റനാണ്. ആ വ്യക്തി പല സാധനങ്ങളും ഫ്രാൻസിൽ നിന്ന് വാങ്ങി. അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ അവർ രണ്ടുപേരും റിയാദിൽ ഇറങ്ങി.
ഞാൻ നേരെ റിയാദിൽ നിന്ന് ഖത്തർ വഴി അബുദാബിക്ക് വരുന്നു. അപ്പോൾ പെട്ടി, അദ്ദേഹത്തിൻ്റെ പെട്ടിയും ഷെയ്ഖിൻ്റെ പെട്ടിയും എൻ്റെ പെട്ടിയൊക്കെ കിട്ടി വരുന്നുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോകാൻ വണ്ടി വന്നോളും എയർപോർട്ടിലേക്ക്, നമുക്കൊരു പ്രശ്നമില്ല, നമ്മൾ കാണിച്ചു കൊടുക്കേ വേണ്ടു. അപ്പോൾ ഷെയ്ഖ് എന്നോട് ചോദിച്ചു, ഇന്ന പെട്ടികളുണ്ട്, നീ അത് ചോദിച്ചാൽ കസ്റ്റംസിൽ പറയുക, അത് ഷെയ്ഖിൻ്റെ ആൾക്കാർ വരുമ്പോൾ കൊണ്ടുപോയിക്കോളും, അവിടെ വെച്ച് പോയിക്കോ. നിൻ്റെ കയ്യിൽ എൻ്റെ ബത്താക്ക ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, തരികയാണെങ്കിൽ കൊണ്ടുപോയിക്കോ, ഇല്ലെങ്കിൽ അവിടെ വെച്ചോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ മറ്റവനോട് പറയുന്നൊരു വാചകം ഭയങ്കര അർത്ഥമുള്ള വാചകമാണ്, ഞാൻ അവിടുത്തെ ഷെയ്ഖാണ്, പക്ഷെ ഇവിടെ എന്തെങ്കിലും ചെയ്താൽ ഞാനും നീയും ജയിലിൽ പോകട്ടാ. അത്രയും നിയമത്തിനോടുള്ള ഒരു റെസ്പെക്റ്റ്. അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ 13 വെട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് ഞാൻ അങ്ങനെ പറഞ്ഞു, ഇവിടുന്ന് പറഞ്ഞ അതേ ഭാഷ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്, ഷെയ്ഖിൻ്റെ വെട്ടിയാണ്. അല്ല അത് കൊണ്ടിരിക്കുക. അല്ല, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്ക് നിയമത്തിന് എത്ര ഭയമാണെന്ന് ആലോചിക്കേ, അല്ലെങ്കിൽ ആ റെസ്പെക്റ്റ്. ഒന്നത്. രണ്ട്, ഒരു ചെറിയൊരു സംഭവം കൂടി എനിക്ക് ഓർമ്മ വരികയാണ്. ഈ ഡിസംബർ 2 ഇലുമിനേഷൻ ഉണ്ടാവും, എല്ലാ ഭാഗത്തും റോഡൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ടും ആർച്ചൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടാവും. ഇതും കണ്ട് ഞാൻ വണ്ടിയിൽ ഇങ്ങനെ, ഞാനും എൻ്റെ കൂടെ ഒരു റഹ്മത്ത് എന്ന് പറഞ്ഞ ഒരാൾ, ഇവിടെ അടുത്തുള്ള ഒരാളും കൂടി വണ്ടി ഇരിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ പോയ വഴിയിൽ കൂടെ തന്നെ പോണ്, ഇങ്ങനെ കറങ്ങി മണിക്കൂറുകളോളം വണ്ടി ഓടിച്ചിട്ട് എല്ലാം മുക്കും മൂലയിൽ ഓടിച്ചുകൊണ്ട് കിടക്കാണ്. ആ സമയത്ത് എനിക്കൊരു, എൻ്റെ വണ്ടിയിൽ മൊബൈലുണ്ട്, ഇന്നത്തെ മാതിരിയുള്ള മൊബൈലല്ലാന്ന്, വണ്ടിയിൽ ഫിറ്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ. അപ്പോൾ അതിലൊരു കോള് വന്നു. കോള് വന്നിട്ട് ചോദിച്ചു, നീയാണോ ഷെറീഫ്? അതെ. അപ്പോൾ ഞാൻ ചോദിച്ചു, മുംകിൻ ഖബറിനി ഇൻതബിൻ, ആരാണ് സംസാരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ പോലീസിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥരാണ് വിളിക്കുന്നത് തന്നെ. ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ പേടിച്ചു, അവിടുത്തെ നിയമങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു വണ്ടി ആക്സിഡൻ്റ് ആയിട്ടുണ്ട്, അത് ഷെയ്ഖിൻ്റെ വണ്ടിയാണ്, അത് ആരാണ് ഓടിച്ചത്? അപ്പോൾ ഞാനുള്ള വിവരം പറഞ്ഞു, എനിക്കറിയില്ല, അത് പാലസിൽ നിന്നാണ് കൊടുക്കണതൊക്കെ, ഓരോരുത്തർ കൊണ്ടുപോകണതൊന്നും എനിക്കറിയില്ല, ഞാനിങ്ങനെ ഓഫീസിലത്തെ മാനേജറാണ്, ഇത്ര മാത്രം ആദ്യം പറഞ്ഞു. അതിലൊരാൾ മരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഈ വണ്ടി മുട്ടിയിട്ട് ഒരാൾ മരിച്ചു, ആ ഡ്രൈവർ അവിടെ നിന്ന് വണ്ടിയിട്ട് ഓടിപ്പോയി. ഇതാണ് സംഭവം. ഞാനാകെ ഭയന്നു. ആ നേരെ വരേണ്ടിയിരുന്ന എൻ്റെ സന്തോഷം മുഴുവൻ പോയി. ഞാനും ഈ റഹ്മത്തും കൂടെ ഷെയ്ഖിൻ്റെ പാലസിലേക്ക് ചെല്ലാണ്. ഇനിയിപ്പോൾ എന്താണ് ഉണ്ടാവുക, ഷെയ്ഖ് ഇപ്പം എന്നെ എന്തെങ്കിലും പറയുമോ, ഇതൊക്കെയാണ് എൻ്റെ ഭയം. അപ്പോൾ ഷെയ്ഖ് അന്ന് ഷെയ്ഖ് സായിദിൻ്റെ ബോഡി ഗാർഡിൻ്റെ ക്യാപ്റ്റനാണ്, അപ്പോൾ ആ യൂണിഫോമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നു. അപ്പോഴും എനിക്കറിയില്ല എന്താ പറയാൻ വേണ്ടി പോകുന്നുള്ളത്. അങ്ങനെ എന്നെ കണ്ടുപിടിച്ചു, എന്താ ഫാക്സുകളാണ്, ഫാക്സ് വല്ലതും ഉണ്ടോ, അതിന് വല്ല എന്തെങ്കിലും വല്ല എമർജൻസി ആ നേരത്തെ, അല്ലാണ്ട് എനിക്ക് ചെല്ലേണ്ട ആവശ്യമില്ലല്ലോ. പറഞ്ഞില്ല. ആ സമയത്ത് ഈ വണ്ടി ഓടിച്ച് ഈ ഒരാൾ മരിച്ച സമയത്തുള്ള വണ്ടി ഓടിച്ച ആളുണ്ടല്ലോ, അയാൾ അവിടെ ഇരുന്നിട്ട് ബിരിയാണി കഴിക്കുന്നു, ഒരു കൂളായിട്ട്. മരിച്ചതൊക്കെ ആൾക്കറിയാം, 2 കഷ്ണമായിട്ട് മുറിഞ്ഞു, ആൾ മലയാളിയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഷെയ്ഖ് നേരെ അകത്ത് കയറിയിട്ട് യൂണിഫോമിൽ അവനോട് പറയുന്നുണ്ട്, ഇതല്ല, നീ തെറ്റ് ചെയ്താൽ നീ അതിനുള്ള ശിക്ഷ അനുഭവിച്ചേ പറ്റൂ, അതൊന്നും എന്നോട് പറയണ്ട എന്നൊക്കെ പറയേണ്ട ഡയലോഗ് എനിക്ക് അകത്ത് കേൾക്കാം. അപ്പോൾ എനിക്ക് പകുതി സമാധാനമായി, കാരണം കുറ്റക്കാരനെ കിട്ടല്ലോ. അങ്ങനെ പുള്ളി പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്, ഞാനിങ്ങനെ പേടിച്ചു. അപ്പോൾ ഇല്ല, ഇന്ന മുഷ്കളത്താൻ, നീ തെറ്റുകാരനല്ല, തെറ്റുകാരൻ ഇന്ന ആളാണ്. അങ്ങനെ അവനോട് 1.5 ലക്ഷം ദിർഹംസ് ബ്ലഡ് മണി അടയ്ക്കണം. അത് അടച്ചിട്ടറിയത് അല്ല. അപ്പം നിയമങ്ങൾക്ക് അവിടെ വിട്ടുവീഴ്ചയില്ല. പറയുമ്പോൾ ഷെരീഫ് സാഹിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിവിധങ്ങളായ ജോലികൾ ചെയ്തു, എല്ലാ തരത്തിലുള്ള ജോലി, അതായത് ഡൗൺ ടു ടോപ്പ് വരെയുള്ള ജോലികൾ ചെയ്തു. ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ ജോലി എന്തായിരുന്നു? സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ജോലിയിൽ ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയാവുന്നത് ടാക്സി ഓടിക്കുമ്പോഴാണ്. പെരുന്നാളിന് പോലും ഫാമിലി അവിടെ ബിരിയാണി ഉണ്ടാക്കി വെക്കുമ്പോഴും ഞാൻ പോയിട്ട് ഷാർജയിൽ നിന്ന് വല്ല ഉണക്കറൊട്ടി കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ദിവസം ഓടിയത് പെരുന്നാൾ ദിവസം, കാരണം അന്നാണല്ലോ ഏറ്റവും കൂടുതൽ ഓട്ടം കിട്ടുന്ന ദിവസം. അവിടെ വന്നിട്ട് വഴിയിൽ വന്നിട്ട് വണ്ടി കേടായിട്ട് ഉറക്കം വന്നിട്ട് വണ്ടിയിൽ കിടന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഒരു, അപ്പോൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി ടോർച്ചറിങ് എന്ന് പറയാവുന്ന പോലെ എല്ലാം ഉണ്ടായിട്ടുള്ളത് ടാക്സി ഓടിക്കുമ്പോഴാണ്. പക്ഷേ ജനങ്ങളുടെ ബന്ധങ്ങളുടെ ഒക്കെ മുഖം കാണാൻ പറ്റിയതും ടാക്സി ഓടിക്കുമ്പോഴാണ്. എല്ലായിടത്തും എത്താൻ പറ്റുന്നത്. പിന്നെ യൂസുഫ് അലി പറയുന്ന അതേ വാചകം തന്നെ കണ്ടെടുത്തിട്ട് ഞാൻ ഒരു വാക്ക് കൂട്ടി പറയാം. യൂസുഫ് അലി പറയുന്ന വാചകമാണത്. ഒരു
സെയിൽസ്മാൻ്റെ വിഷമം എനിക്കറിയാം, കാരണം ഞാൻ സെയിൽസ്മാനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഒരു ടാക്സി ഡ്രൈവറുടെ ബുദ്ധിമുട്ട് എനിക്കറിയാം, ഞാൻ ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഒരു വാക്ക്. പക്ഷെ അതിൽ കൂട്ടി പറയാൻ പോകുന്ന വാക്ക്, ഒരു ഷെയ്ക്കിൻ്റെ മാനേജറായാലുള്ള സുഖവും ദുഃഖവും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഭയങ്കര ഹൈപ്പർ ടെൻഷനാണ്. പക്ഷേ ഏതൊരു ഓഫീസിൽ പോയാലും ഏത് സ്ഥലത്ത് പോയാലും ഒരു VIP ട്രീറ്റ്മെൻറ്റാണ്. അത് വലിയൊരു കാര്യം. ഞാൻ ലോക്കപ്പിലും കിടന്നുണ്ട് ഈ ഷെയ്ക്കിൻ്റെ മാനേജറായിരിക്കുന്ന കാലത്ത്, ചെയ്യാത്ത കുറ്റത്തിന് 5 മണിക്കൂറോളം. അതെന്തായിരുന്നു? അവിടെ ഈ വണ്ടികൾ ഇങ്ങനെ വെറുതെ ഇടും. ഇവർക്ക് ഇൻഷുറൻസ് ഇല്ല വണ്ടികൾക്കൊന്നും. ഷെയ്ഖന്മാരെ ഒരാളുടെ വണ്ടിക്കും ഇൻഷുറൻസ് ഇല്ല, തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോലും ഇല്ല. ഓക്കെ. ടെസ്റ്റ് നടത്താനായിട്ട് പാലസിലേക്കാണ് പോലീസ് വന്നിട്ടാണ് ടെസ്റ്റ് നടത്തുക. അല്ലാതെ വണ്ടി കൊണ്ട് അവിടെ പോണ്ട. അപ്പോൾ നിരത്തിയിടും. ഞാനാണത് ഫില്ലപ്പ് ചെയ്യുന്നത്. അറബിയിൽ ഫില്ലപ്പ് ചെയ്യുന്ന ആൾ ഞാനാ. പോലീസുകാർ എഴുതേണ്ട ഭാഗം ഫുള്ള് എഴുതുന്ന ആൾ ഞാനാ. അവർ ഒപ്പിടൽ മാത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു, പാലസിലത്തെ ഒരു വണ്ടി വേറൊരു വണ്ടിയുമ്പോൾ മുട്ടിപ്പോയിട്ടുണ്ട്, അതുകൊണ്ട് ഡ്രൈവറെ ഹാജരാക്കണം, ഓടിച്ചെടുത്ത് വെച്ചത്. അപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും വന്നിട്ട് ഒന്ന് കൊണ്ടോട്ടെ, ഒന്ന് കൊണ്ടുപോയിക്കോളാം, അങ്ങനെയാണ്. അതായത് കറക്റ്റായിട്ട് അല്ല. അവിടെ റെക്കോർഡൊന്നുമില്ല, ആരെ കൊണ്ടുപോയത്, എപ്പോഴാണ് കൊണ്ടുപോയത്, അങ്ങനെ ഒരു ഇതുമില്ല. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഷെയ്ഖിന് ഫോൺ ചെയ്തു, അങ്ങനെ സംഭവമുണ്ട്, പോലീസുകാരകത്ത്. അപ്പോൾ ഷെയ്ഖിൻ്റെ പെർമിഷനിലാണ്ട് ആരും അകത്ത് കിടക്കാൻ പാടില്ലല്ലോ. അപ്പോൾ പറഞ്ഞു വന്ന് കണ്ടോട്ടെ. അങ്ങനെ അവർ വന്നിട്ട് ഈ വണ്ടിയൊക്കെ അവിടെ ആകെ അങ്ങനെ ഡാമേജൊക്കെ ആയിട്ടുള്ള ഒരു തരം വണ്ടികളൊക്കെയാണ്. ഒരു ചെറിയൊരു പിക്കപ്പ് പോലെ. അപ്പോൾ അതുമ്പോൾ ഒരു ചോന അടയാളമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പരാതി കൊണ്ടുവന്നിട്ടുള്ള ആൾ പാകിസ്ഥാനിയാണ്. അവൻ മുത്തർജിമാണ് കോടതിയിൽ. അതുകൊണ്ടാണ് അവന് അത്ര ഒരു സോഴ്സ്. അങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും. എന്ത് വയലേഷൻ ഉണ്ടായാലും അവിടെ പോയിട്ട് ലാമാന എഴുതും. അപ്പോൾ അതിൻ്റെ ഹെഡ്, ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് നല്ല പരിചയമാണ്. സായിദ് സഖർ അൽ ഫലാഹി ആളാണ്, മേജറാണ് ആൾ. അതെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ട്രാഫിക്, ലൈസൻസ്, രജിസ്ട്രേഷൻ എല്ലാത്തിൻ്റെയും ഹെഡാണ്. ചെറുപ്പക്കാരനാണ്. ഇവൻ്റെ പെങ്ങളെ വിവാഹം, ഷെയ്ഖിൻ്റെ പെങ്ങളെ വിവാഹം കഴിച്ച ആളാണ്. അപ്പോൾ നല്ലൊരു ദീനിയായ മനുഷ്യനും. അപ്പോൾ അദ്ദേഹം ഈ എപ്പോൾ ചെല്ലുമ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾക്ക്, ഞാൻ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെല്ലുമ്പോഴും എന്ത് കാര്യങ്ങൾക്കും ഒപ്പിട്ടിട്ട് പുതുക്കാനും ഓരോന്നിനൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകണം. എപ്പോൾ ചെല്ലുമ്പോഴും ഇവരെന്നോട് ചോദിക്കും, എന്താ ഈ ആളെ കൊണ്ടുവന്നില്ല. അപ്പോൾ ഈ ഫയലാകെ പഴയതായി. കാരണം അപ്പോഴും ആളെ ഞാൻ കൊണ്ടുവന്നിട്ടില്ലല്ലോ. 15 ദിവസം കൊണ്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു ദിവസം ചെന്നപ്പോണ്ട് നമ്മുടെ ഇവിടുത്തെ റാങ്ക് പറയുകയാണെങ്കിൽ ഒരു CI റാങ്കിലുള്ള ഒരു ഓഫീസിൽ ചെയ്തിട്ട് ഞാനിത് വർത്താനം പറയുന്നു, കാവ കുടിക്കുന്നു, ഇതൊക്കെ ഒടിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് SI ഒരു ഫയൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇവനിതുവരെ ആളെ കൊണ്ടുവന്നിട്ടില്ല പറഞ്ഞു. ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് ദഖർ ഓഫീസിൽ എന്നെ പിടിച്ചാത്തതാണ്. അതും ഒരു വ്യാഴാഴ്ച. കോടതിയില്ല. ഞാൻ നേരെ ഒരു ചെറിയൊരു ലോക്കപ്പ്, അതിനുള്ളിൽ ഞാൻ ചെന്നപ്പോൾ ഒരു വേറെ മലയാളിയുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത, ഇവിടുന്ന് രക്ഷപ്പെട്ട് നാട്ടിലേക്ക് എത്തിയാൽ മതി, വേറെ ഒന്നും വേണ്ട. പറയുമ്പോൾ ലോക്കപ്പാണ് കേട്ടോ, ജയിലല്ല. ഇനി പോലീസ് സ്റ്റേഷൻ ജയിലും അല്ല, ട്രാഫിക്കിൻ്റെയാണ്. പക്ഷെ എന്നാലും കമ്പിയൊക്കെ ആയിട്ട് അതുമാതിരി താഴത്ത് കിടക്കുക, ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കും. ഇതെങ്ങനെ അറിയിക്കാൻ പറ്റും? എൻ്റെ മൊബൈലാണ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അതും തന്നിട്ടില്ലേ. അന്ന് ഈ ജവ്വാലിനും അനീസിനും പറഞ്ഞിട്ടുള്ള മൊബൈലായിട്ട് കയ്യിൽ കൊണ്ടു നടക്കാവുന്നത്, ഹാൻഡ് ഹെൽഡ് ആയിട്ടുണ്ട്, തരുന്നിട്ടില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അത് ഇവിടെ നടക്കുള്ളൂ. വ്യാഴാഴ്ച 15 മണി കഴിഞ്ഞാൽ 12 മണി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരൊന്നും ഉണ്ടാവില്ലല്ലോ, കംപ്ലീറ്റ് ഓഫീസൊക്കെ അന്ന് മുടക്കല്ലേ. ഒരുവിധം ഞാൻ ഈ വിഷയം എൻ്റെ അനിയനെ ഞാൻ അറിയിച്ചു, ഇങ്ങനെ ഞാൻ ലോക്കപ്പിലാണ്. അനിയൻ പാലസിലത്തെ ഒരു ഡ്രൈവറുണ്ട്, വിജയൻ എന്നാണ് പേര്, ആറ്റിങ്ങൽ കല്ലമ്പലം, അവിടെയാണ്. അദ്ദേഹത്തിനെ അറിയിച്ചു. അവനാൾ വളരെ കാമൻ ക്വയറ്റായിട്ട് മുഖം തന്നെ നോക്കാണ്ട് ഇങ്ങനെ വർത്തമാനം പറയുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഷെയ്ഖ് കുട്ടികളും എല്ലാവരും ആയിട്ട് മണലാരണ്യത്തിലേക്ക് ക്യാമ്പയിനിങ് പോയി, ടെൻ്റൊക്കെ കൊണ്ട്, വീക്കെൻഡ് ആയതുകൊണ്ട്. അപ്പോൾ അന്ന് ചില ഭാഗങ്ങളൊക്കെ റേഞ്ചും കുറവാണ്, മൊബൈലിൻ്റെ റേഞ്ചും കുറവാണ്. ഇവൻ ഭക്ഷണവും മിനറൽ വാട്ടറും ക്ലീനക്സും എന്ന് വേണ്ട എല്ലാ സാമഗ്രികളായിട്ട് വണ്ടിയിൽ ഇവിടെ നിന്ന് ചെന്നു. ഷെയ്ഖ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ആപ്പിളും മുറിച്ച് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ ചെന്നിട്ട് പറഞ്ഞു,
ഷെരീഫ് സാർ ഫിസിജിൻ. അപ്പോൾ ഷെയ്ഖ് സാധാരണ കൂളായിട്ട് ചോദിച്ചു, എന്താ കാരണം? എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടായി അറിയില്ല. പിന്നെ ഇവൻ കാണുന്നത്, അത് ഇവൻ പറഞ്ഞ എന്നോട്, ഇവൻ കാണുന്നത് ഷെയ്ഖ് വേദന മൊബൈൽ എടുത്തിട്ട് അത്തീക്ക് സാലം അല്ലാഹിരി എന്ന് പറയുന്ന ഒരു ബോഡി ഗാർഡ് ഉണ്ട്. അവൻ ആക്ച്വലി നീഗ്രോയാണ്. അവൻ്റെ വീട് ഏതാണെന്നൊന്നും അറിയില്ല. ദത്തെടുത്ത് വളർത്തിയിട്ട് അവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പം തന്നെ ഷെറീഫിനെ പുറത്തിറക്കുക, എന്നിട്ട് സായദ് സഗറിനോട് എന്നെ വിളിക്കാൻ പറ. ഇതാണ് കൊടുക്കണ മെസ്സേജ്. അത് മറ്റേ കേട്ടു, മലയാളി കേട്ടു. ഇതൊക്കെ ഒന്നും എനിക്കറിയില്ല കേട്ടോ, അതൊക്കെ ഞാൻ പോതിനേഷം അറിയുന്ന സംഭവമാണ്. 1 മണിക്കൂർ, അപ്പോൾ ഞാൻ അവിടെ ആകെ ഒരു 4 മണിക്കൂറായിട്ടുണ്ടാവും ലോക്കപ്പിൻ്റെ ഉള്ളിൽ. പിന്നെ കേൾക്കുന്നത് ഇവൻ്റെ ശബ്ദം ഭയങ്കര ബാസുള്ള ശബ്ദമാണ് ഈ അത്തിക്കിൻ്റെ. ഞാനാണ് അകത്ത് കേൾക്കുന്നത്, തുറക്കുന്നു പറഞ്ഞു ഭയങ്കരമായ ശബ്ദം പോലീസിനോട്. എൻ്റെ ഇതിന് പാറ വെക്കുന്നൊരു പോലീസ് ഉണ്ടാവില്ലേ ആളോട്. കുറച്ച് വെച്ച് പാപ്പം തന്നെ താക്കോലോട്ട് വന്നിട്ട് തുറക്കണം. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ സന്തോഷം കൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഉപ്പഴുണ്ടെ പോകുന്നുള്ളതിൻ്റെ യല്ല നീ പോന്നി ഉപ്പഴൊക്കെ പിന്നീട്. അത് ഹദാമർമിന് ഷൂഖ്, ഇത് ഷെയ്ഖിൻ്റെ എന്നുള്ള ഓർഡറാണ്. അങ്ങനെ ഞാൻ പോന്നു. അതാണ്, അങ്ങനെയാണ് ജയിലിൽ അതെനിക്ക് വലിയൊരു ഉപകാരമായി. അതിനുശേഷം ഞാൻ എന്നവിടെ ചെന്നാലും ആ ഒരു സ്വീകരണം കിട്ടിയില്ലേ? ഓക്കെ. ഏകദേശം 30 വർഷത്തോളം പ്രവാസ ജീവിതത്തിലുണ്ടായിരുന്നു. UAE പല ഭാഗത്തായിട്ടുണ്ടായിരുന്നു. 98-ലാണ് മടങ്ങിപ്പോരുന്നത്. അതെ. എന്തായിരുന്നു നേരത്തെ ഒരിക്കൽ മതിയാക്കാന്ന് പറഞ്ഞിട്ട് നിർത്തി പോകുന്നതാണ്. പക്ഷേ തിരിച്ച് വീണ്ടും ഷെയ്ഖിൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി നല്ല പൊസിഷനിലേക്ക് എത്തുന്നു പിന്നീട് ഒരു 30 വർഷം. കാരണം പലപ്പോഴും പറയുമ്പോൾ ഈ 98-ലൊക്കെ പലരും വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സമയമാണ്. പക്ഷേ അപ്പോൾ ആ സമയത്ത് എല്ലാം മതിയാക്കാം, ഇനി നിർത്താം, ഇനി നാട്ടിൽ മതി എന്ന് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചെന്തായാലും. എൻ്റെ ജീവിതത്തിൽ വാഹനമായാലും വീടായാലും ബാക്കി എന്തൊക്കെ ആയാലും അമിതമോഹങ്ങളിരിക്കില്ല. ഒറ്റ പക്ഷേ പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര വലിയത് നമ്മൾ കഴിച്ചാലും സ്വന്തം വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു കഞ്ഞിക്ക് ഒരു ടേസ്റ്റ് കൂടുതല. അതിന് ഞാൻ പറയുന്ന ഭാഷ, പോറ്റമ്മ എന്തൊക്കെ തന്നാലും പെറ്റമ്മ തരുന്നതിനൊരു ടേസ്റ്റ് ഇല്ലേ. അപ്പോൾ നമ്മൾ ഈ ഭാരതത്തിൽ വേണം അതൊരു ലൈഫ്. അത് മാത്രമല്ല, എൻ്റെ മനസ്സിൽ വേറൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഒരു ആൺകുട്ടി 2 പെൺകുട്ടികളാണ്. അവരെ മോറലായിട്ട് മോശമാവാതെ ജീവിക്കണമെങ്കിൽ ഞാൻ വേണം, കൂടെ വേണം. ഞാൻ എന്തൊക്കെ ഉണ്ടാക്കി ആ പിള്ളേർ മോശമായി പോയി എന്നുണ്ടെങ്കിൽ പിന്നെ കഴിഞ്ഞില്ലേ. അപ്പം അതിനേക്കാൾ വലുതാണല്ലോ അവരെ നല്ല നിലയ്ക്ക് വളർത്തിക്കൊണ്ടുവരിക. അതിന് എൻ്റെ കണ്ണ് ഇവിടെ എന്തായാലും വേണം, പിതാവിൻ്റെ റോൾ എടുക്കണം. അതാണ് ഞാൻ പറയാൻ പ്രധാനപ്പെട്ട കാരണം. അങ്ങനെയാണ് വീണ്ടും നാട്ടിൽ 98-ൽ തിരിച്ചു വന്നു. ഇപ്പോൾ 2025 ഈ ഒരു സമയത്തുള്ള റിട്ടയർമെൻറ്റ് ലൈഫ് കൂടിയാണ് ശരിക്കും ഒരു വലിയ ജോലി. എന്തൊക്കെയായിരുന്നു പിന്നീട്? ഒരു 3 വർഷം മുമ്പ് എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് മലയാളത്തിൽ മറുപടി പറയാൻ പറ്റാണ്ടല്ല, ഇംഗ്ലീഷിൽ ഞാൻ മറുപടി പറയാറ് ഇങ്ങനെയാണ്: ഐ ആം ഡൂയിങ് ദ ബിസിനസ് ഫോർ മൈ ഹെൽത്ത് നോട്ട് ഫോർ വെൽത്ത് എന്നാണ് പറയാറ്. ഇപ്പം എന്നോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഐ ആം റൈറ്റിംഗ് ഫോർ മൈ ഹെൽത്ത് നോട്ട് ഫോർ വെൽത്ത്. എഴുത്താണ് ഇപ്പോൾ. അതെ. അപ്പോൾ എഴുത്തും കോർഡിനേഷൻ, പത്തേമാരി പ്രവാസികളെ കപ്പലിൽ പോയവരെ, അത് ഞങ്ങളുടെ ഒരു സംഘടനയുണ്ട്, പത്തേമാരി പ്രവാസി സമിതി. അതിൽ സംഭാവന പിരിക്കലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊന്നുമില്ല. ആദരവ് കൊടുക്കുന്നവരൊന്നും വാങ്ങുന്നില്ല. പത്തേമാരിയിലും കപ്പലിലും പോയവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് ഒരു വഴി വെട്ടിക്കൊടുത്തത്. ഒരു സംശയമില്ല. ഞാൻ എഴുതുന്ന ഒരു ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ പ്രവാസികൾ എന്ന് പറയുന്നത് ഒരു വൻ വൃക്ഷമാണെന്ന് വിചാരിക്കുക. ആ വൻ വൃക്ഷത്തിൻ്റെ ശാഖകളാണ് പ്രവാസികൾ. അതിലെ കായകളും ഫലങ്ങളും പുഷ്പങ്ങളുമാണ് ഈ ഓരോരുത്തരും അനുഭവിക്കുന്ന സാധനങ്ങൾ. ഇതിൻ്റെ വേരുകളാണ് പ്രവാസികളായിട്ടുള്ള പഴയ ആൾക്കാരും പുതിയ ആൾക്കാരും. പക്ഷേ അതിന് നാരായ വേര്, തായ് വേര് എന്ന് പറയുന്നത് പത്തേമാരിയിലും കപ്പലിലും പോയവരാണ്. തായ് വേരില്ലാതെ ആ വൃക്ഷത്തിന് അവിടെ നിലനിൽപ്പില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫോൺ വിളിക്കാൻ ഇത്രയും കഷ്ടപ്പാട് അന്നുണ്ട്. ഇന്ന് ആളെ കണ്ടറിഞ്ഞ് വിളിക്കാൻ പറ്റുന്നു, മെസ്സേജ് കൊടുക്കാൻ പറ്റുന്നു. അപ്പോൾ അതിൻ്റെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഒരുപാടുണ്ട്. അങ്ങനെ വരുമ്പോൾ അത്തരം ആൾക്കാരെ നമ്മൾ വിളിച്ചിട്ട് ഒരു ഹായ് പറയുമ്പോൾ അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ നമ്മൾക്കും ഒരു പോസിറ്റീവ് എനർജി, അവർക്കൊരു പോസിറ്റീവ് എനർജി. അവർക്ക് ഒരു പക്ഷേ ഞാനിപ്പോൾ ഈ ആദരിക്കുന്നു എന്ന് പറയുന്നത് ഞാനല്ല ആദരിക്കുന്നത്. അവർക്ക് കിട്ടുന്ന ഈ ആദരവ് എന്ന് പറയുന്നത് അത് 10 ലക്ഷം ഇരട്ടി വാങ്ങാനുള്ള കാശും പണവും കഴിവും അവർക്കുണ്ട്. പക്ഷെ അത് അവർ അംഗീകരിച്ച് ചെയ്യുമ്പോൾ അതിന് സന്തോഷം കൂടുതലാണ്. അത് അവരുടെ ശരിക്കും ബോഡി ലാംഗ്വേജ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്.
അപ്പം അത്തരത്തിൽ ഇന്നിവിടെ ഈ സമൂഹത്തിൽ മത അധ്യക്ഷന്മാരായാലും രാഷ്ട്രീയ നേതാക്കന്മാരായാലും ബ്യൂറോക്രറ്റുകളായാലും ആരായാലും പ്രവാസി എന്നൊരൊറ്റ ലേബലിൽ അവസാനിപ്പിച്ചു. അത് പറ്റില്ല. കാരണം പത്തേമാരി കപ്പലിൽ പോയവരുടെ ലൈഫ്, അത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ പോകണത് എന്ന് വെച്ചാൽ അത് ജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പലരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. 1975 വരെ, അതായത് 50 കൊല്ലം മുമ്പ് വരെയാണ് പത്തേമാരിയും കപ്പലുണ്ടായത്. പിന്നെ കപ്പലുണ്ടായില്ല. അപ്പോൾ പത്തേമാരിയുടെ ഒക്കെ സ്റ്റോപ്പായിട്ട് 50 വർഷമായി. 1975 വരെ ഒരാൾ കാണുകയാണെങ്കിൽ അതൊരു ഫ്ലാറ്റിൽ വെച്ചിട്ടാവട്ടെ അല്ലെങ്കിൽ ഒരു കടയിലാവട്ടെ എവിടെയും ആയിക്കോട്ടെ, ഗൾഫിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക, എന്താ പേര്? ബാബു. കഴിഞ്ഞു. എവിടെയാണ് വീട്? തൃശ്ശൂർ. അതിന് മുകളിൽ ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ ഇല്ല. 75 ശേഷമാണ് എന്താ പേര്? ബാബു. എന്ത് ബാബുവാ? അജ്മൽ ബാബു ആണോ, തോമസ് ബാബു ആണോ, രാജൻ ബാബു ആണോ എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. അത് തുടങ്ങിയത് 75 ശേഷം, അതായത് കപ്പൽ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷമാണ് സംഭവിച്ചിട്ടുള്ളത്. അതേപോലെ 75 മുമ്പ് ഒരു രാഷ്ട്രീയ നേതാക്കന്മാരാവട്ടെ, സെലിബ്രിറ്റികളാവട്ടെ, നേതാക്കന്മാരാവട്ടെ, ഒരു പാർട്ടികളും ഞങ്ങളെ കാണാൻ വരാറില്ല. കാരണം ഞങ്ങൾക്ക് എന്തിനു തരണം. അതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ഈ പത്തേമാരി കപ്പൽ യാത്രയുടെ സ്റ്റോപ്പിന് ശേഷം. അത് ഞാനൊരു എന്താ പറയുക, ഒരു ലിമിറ്റ് പറയാണ് ഞാൻ. അത് കപ്പൽ സ്റ്റോപ്പ് ചെയ്തത് കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പം കപ്പലിലും പത്തേമാരി യാത്ര ചെയ്തിരുന്ന കാലത്തുള്ള ആൾക്കാർ, അതാണ് ശരിയായിട്ട് മനുഷ്യത്വം ഉണ്ടായിരുന്നത്. അതിന് ശേഷം ഇവിടെ ഒരിക്കലും മനുഷ്യത്വം ഇല്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരാളെ കണ്ടാൽ ശരിക്കും നാളെ അവരിൽ നിന്നും ഒരു റിയാക്ഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ പേരെടുക്കണം, ഇതൊന്നും ആലോചിച്ചിട്ടല്ല സഹായിച്ചിരുന്നത്. അതേപോലെ അറബികൾ, ഞാനിപ്പോൾ ഇതിൻ്റെ കമ്പാരിസേഷൻ പറയാണ്. അറബികൾ ആ ജനറേഷനുള്ളത് 75-80 വരെയുള്ള അറബികൾ നമ്മളെ സഹായിച്ചിരുന്നത്, മലയാളികൾക്ക് വേണ്ടിയിട്ട് ഷോപ്പിൻ്റെ താക്കോല് കൊടുത്തിരുന്നത് ഒരു വിസയും അവിടുത്തെ നോക്കിയിട്ടോ അവൻ എങ്ങനെയുള്ളവനാണെന്നോ ആലോചിച്ചിട്ടോ അല്ല. അതിനുശേഷം അവരിൽ കുറേ ആൾക്കാർ എല്ലാ നിലയ്ക്കും മോശമായിട്ടുണ്ട്. അത് ആ നാട്ടുകാരും മോശമായിട്ടുണ്ട്. അത് മോശമാക്കിയതിൽ ഒരു പങ്ക് നമ്മളിലുണ്ട്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. താങ്കളെപ്പോലുള്ള ആളുകളാണ് അന്നെടുത്ത ഒരു ധൈര്യവും സാഹസവും ഒക്കെയാണ് കേരളത്തെ അല്ലെങ്കിൽ ഇന്ത്യയൊക്കെ ഒരു വലിയ മാറ്റത്തിലേക്ക് നയിച്ചത്. ആ ഒരു ധീരതക്കും സാഹസത്തിനൊക്കെ എല്ലാവിധ നന്ദിയും പറയുന്നു. വളരെ സന്തോഷം. ഓക്കെ, താങ്കളുടെ ജീവിതത്തിന് എല്ലാവിധ ആശംസകൾ. എന്തായാലും ആശംസയ്ക്ക് ഒന്നും കൂടി നന്ദി. താങ്ക് യു. ശരി.